നമ്മുടെ സർവകലാശാല കാലടി മുഖ്യ കേന്ദ്രത്തിലെ വിദ്യാർത്ഥി യൂണിയൻ, ക്യാമ്പസ് യൂണിയൻ ഒരു പുതിയ കർമ്മ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ, അവകളാൽ മുഖരിതമായ ഒരവസ്ഥ. ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ അവയെ അതിജീവിച്ച് മുറിച്ചു കടക്കാൻ കഴിയും എന്ന ചിന്ത വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയാണ് ക്യാമ്പസ് യൂണിയൻ ലക്ഷ്യമാക്കുന്നത് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ കർമ്മ പരിപാടിയുമായി മുന്നോട്ട് വന്ന ക്യാമ്പസ് യൂണിയനെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു. അവരുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭൗതികവാദം അഥവാ ചാർവാക ദർശനം അഥവാ ലോകായത ദർശനം, ഇതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. നമുക്കറിയാം, നമ്മൾക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത വിധം വൈവിധ്യമാർന്ന എണ്ണമറ്റ പ്രതിഭാസങ്ങളുടെയും വസ്തുതകളുടെയും സാകല്യമാണ് നമുക്ക് ചുറ്റുമുള്ള സചേതന അചേതന പ്രപഞ്ചം എന്നുള്ളത്. അതിലെ പലതും വളരെ സൂക്ഷ്മമാണ്, അതിസൂക്ഷ്മങ്ങളാണ്. ചിലത് അതിസ്ഥൂലങ്ങളുമാണ്. ഏറ്റവും ലളിതമായ ഏകകോശ ജീവി മുതലും ഏറ്റവും സങ്കീർണമായ വളർച്ചയുടെ വിവിധ പടവുകൾ കയറിയ മനുഷ്യൻ വരെ അതിൽ ഉൾക്കൊള്ളുന്നു. ചിന്തിക്കാനുള്ള പ്രാപ്തി മനുഷ്യന് ലഭിച്ചത് മുതൽ തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ സൂക്ഷ്മമായി പഠിക്കാനും വിലയിരുത്താനും വിശകലനം ചെയ്യാനും ആ വിശകലനവും പഠനവും വിമർശനവുമെല്ലാം സ്വന്തം നിലനിൽപ്പിന് അല്ലെങ്കിൽ സ്വന്തം അതിജീവനത്തിന്, അതുമല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള നിരന്തര പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് നമ്മുടെ പൂർവികന്മാര് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചിന്തകളാണ് അറിവിന്റെ വിവിധ മേഖലകളിലേക്ക് മനുഷ്യനെ
കൈപിടിച്ച് ഉയർത്തിയത്. മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചെടുത്ത വൈജ്ഞാനിക മേഖലയുടെ ഒരു ഘടകമാണ് ദർശനം എന്ന് പറയുന്നത്. പ്രകൃതിയുടെയും തൻ്റെ തന്നെയും ഉൽപ്പത്തി, വളർച്ച, വിനാശം, അത് എന്തുകൊണ്ടാണ്, എന്നു മുതലാണ്, എങ്ങനെയാണ് എന്നെല്ലാമുള്ള ചിന്തയുടെ പ്രായോഗിക രൂപമായിട്ടാണ് ദർശനം രൂപപ്പെടുന്നത്. മനുഷ്യൻ അവന് ചുറ്റുമുള്ള വസ്തുക്കള്, പ്രതിഭാസങ്ങള്, സമൂഹങ്ങള്, സാമൂഹ്യ ബന്ധങ്ങള് തുടങ്ങി സകലതിനെപ്പറ്റിയും അവയ്ക്കെല്ലാമുള്ള പരസ്പര ബന്ധത്തെപ്പറ്റിയും അതിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റിയും ഒക്കെ ഉള്ള സമഗ്രമായ അവന്റെ വീക്ഷണമാണ് ദർശനമെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചവുമായി മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങള് പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായി മനുഷ്യന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് അറിവ് എന്ന് പറയുന്നത്. ആ അറിവിനും ചിന്തയ്ക്കും അപ്പുറത്ത് സ്വതന്ത്രമായി നിലനിൽക്കുന്നവയാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളും മറ്റു പ്രതിഭാസങ്ങളും. അപ്പൊ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ അറിവിനും ആധാരമായി വർത്തിക്കുന്ന ഈ മേഖലയെ ദാർശനികന്മാർ പറയുന്ന പേര് വസ്തുനിഷ്ഠ പ്രപഞ്ചം എന്നാണ്. ഇതുകൂടാതെ വേറൊരു തലം കൂടിയുണ്ട്. അത് മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകള്, അവന്റെ വികാര വിചാരങ്ങള്, കല, സാഹിത്യം, സംസ്കാരം, ഭാഷ, സൗന്ദര്യബോധം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു തലം. ഈ തലം മുമ്പ് പറഞ്ഞ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട തലത്തെ, അവയുടെ സാകല്യത്തെ ദാർശനികന്മാര് ആശയപ്രപഞ്ചം എന്ന് പറയുന്നു. വസ്തുനിഷ്ഠ പ്രപഞ്ചവും ആശയപ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് കാലാകാലങ്ങളിലായി എല്ലാ ദർശനങ്ങളും പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചയുടെ ഫലമായി രണ്ട് മുഖ്യ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം, അതുമല്ലെങ്കിൽ പ്രാഥമിക സത്യം, അതുമല്ലെങ്കിൽ മൗലികമായ സത്ത, അത് എന്താണ് എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നമായി വരുന്നത് ഈ പ്രപഞ്ചത്തെ മനുഷ്യന് അറിയാൻ കഴിയുമോ, പഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും നൽകുന്ന ഉത്തരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദാർശനികന്മാര് രണ്ട് തലങ്ങളിലായി വിഭജിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നത്തിന് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം അല്ലെങ്കിൽ മൗലികമായ സത്ത അത് ഭൗതികമാണ് എന്ന് ഒരു വിഭാഗം ദാർശനികന്മാർ മറുപടി പറയുന്നു. അല്ലെങ്കിൽ വസ്തുനിഷ്ഠ പ്രപഞ്ചമാണ് പ്രാഥമികം എന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു ആ വസ്തുനിഷ്ഠ പ്രപഞ്ചമല്ല, മറിച്ച് ആശയപ്രപഞ്ചമാണ്, അതുമല്ലെങ്കിൽ ഈശ്വരനാണ് പ്രാഥമിക സത്യം, അല്ലെ പ്രാഥമികമായിട്ടുള്ള തത്വം എന്ന് അവർ മറുപടി പറയുന്നുണ്ട്.
ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പ്രപഞ്ചം ജ്ഞേയമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ട് അവയെ അറിയാൻ കഴിയുന്നതാണ്, അവയെ പഠിക്കാൻ കഴിയുന്നതാണ് എന്നാണ് അവരുത്തരം നൽകുന്നത്. രണ്ടാമത്തെ വിഭാഗമാകട്ടെ രണ്ടാമത്തെ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ട് ഇവയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നമുക്കറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഭൗതികവാദികൾ എന്നും രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആശയവാദികൾ എന്നും ദാർശനിക ചരിത്രകാരന്മാര് വിലയിരുത്തുന്നു. ഓരോ കാര്യവും വളരെ വിപുലമായിട്ട് വിശദമായി പ്രതിപാദിക്കേണ്ടതുണ്ട്. സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പൊതുവായിട്ടുള്ള ഒരു വിഭജനമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ തലത്തിൽ നിന്നുകൊണ്ട് ഭാരതീയ ദാർശനിക പാരമ്പര്യത്തെ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതീയ ദാർശനിക ചരിത്രം എന്ന് പറയുന്നത് അത് പരിപൂർണമായും ആശയവാദത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒന്നാണ്. ഭൗതികമായ ചിന്തകള് ഭാരതീയരെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല. വളരെ പ്രബലമായ ഒരു വാദഗതിയാണ്. ഏറ്റവും ആധുനികനായ ദാർശനിക ചരിത്രകാരനായ ഇന്ത്യയുടെ പ്രഥമ പൗരന്മാരിൽ പ്രഗത്ഭനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇത് ഗതാനുഗതികമായി ആവർത്തിച്ചിട്ടുണ്ട്. പാശ്ചാത്യ പണ്ഡിതന്മാരും ഇക്കാര്യം അടിയവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ ഉദ്ധരിക്കാം. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മറയ്ക്കപ്പെട്ടതായ ചൈതന്യ ബ്രഹ്മസങ്കല്പത്തെ ഉന്മീലനം ചെയ്യുന്ന ഇന്ത്യൻ ദർശനം കാണപ്പെടുന്ന ഭൗതിക ലോകത്തെ അവഗണിക്കുന്നു. സിമ്മർ പറയുന്ന വാക്യമാണ്. ആധ്യാത്മികതയാണ് ഇന്ത്യൻ തത്വചിന്തയുടെ ആന്തരിക സ്വഭാവം. കാലത്തിന്റെ വിധ്വംസനങ്ങളെയും ചരിത്രത്തിന്റെ ആകസ്മിക സംഭവങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ ഇന്ത്യയ്ക്കു കെൽപ്പു നൽകിയത് ഇന്ത്യയുടെ തീവ്രമായ ആധ്യാത്മികതയാകുന്നു. ഇന്ത്യയിൽ ജീവിതത്തെ അടക്കി ഭരിക്കുന്നത് ആധ്യാത്മിക പ്രേരണയാകുന്നു. ഈശ്വര സ്വഭാവം, ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതാത്മാക്കൾക്കും പരമാത്മാവിനും തമ്മിലുള്ള ബന്ധം എന്നീ പ്രശ്നങ്ങളെ നിരന്തരം ചർച്ച ചെയ്തു പോന്ന ഒരു പാരമ്പര്യമായിരുന്നു ഭാരതീയ മനസ്സിൻ്റേത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്യങ്ങളാണ്. ഇന്ത്യയുടെ ചരിത്രം മാത്രമല്ല, ലോകനാഗരികതയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അത് ഏത് പ്രദേശത്തെ ചരിത്രമായാലും ഏത് രാജ്യത്തെ ദാർശനിക ചരിത്രമായാലും ഏതെങ്കിലും ഒരു പ്രത്യേക ദർശനത്തിന് മാത്രം അടിപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തിയ ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഈ രണ്ട് വിഭാഗവും പരസ്പരം സ്വാധീനിച്ചും വിഘടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടന്നു നിന്നും നിൽക്കാതെയൊക്കെയുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് ഏത് ലോകത്തും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഭൗതികവാദപരമായ ചിന്തകൾക്ക് ആ സമൂഹത്തിൽ പ്രാമുഖ്യം ലഭിച്ചിരിക്കാം, അല്ലെങ്കിൽ ആശയവാദപരമായ ചിന്തകൾക്ക് പ്രാമുഖ്യം ലഭിച്ചിരിക്കാം. എന്നല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പാടെ നിരസിച്ചുകൊണ്ടുള്ള ഒരു
ദാർശനിക ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എങ്കിലും ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ പറയുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ കൊളോണിയൽ ഭരണകാലഘട്ടവും അക്കാലത്തുണ്ടായ സംഭവ വികാസങ്ങളും അതിനെതിരെ ഇന്ത്യൻ സമൂഹം ഉണർന്ന് എഴുന്നേറ്റതുമായിട്ടുള്ള ആ ചരിത്ര പശ്ചാത്തലമാണ്. കൊളോണിയൽ കാലഘട്ടം നമ്മോട് പറഞ്ഞത് ഇന്ത്യക്കാര് അവര് 100% പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്നവരാണ്. ഇഹലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബേജാറുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇഹലോകത്തെക്കുറിച്ച് യാതൊരു ബേജാറുമില്ലാതെ സഞ്ചരിക്കുന്ന ഈ സമൂഹത്തെ സ്വാഭാവികമായിട്ടും അവരുടെ ഇഹലോക ജീവിത സാഹചര്യങ്ങളെ നിശ്ചയിക്കാനും നിർണയിക്കാനും നിയന്ത്രിക്കാനും ആയി ജനിച്ചവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി വന്നവരാണ് തങ്ങൾ എന്ന ഒരു വാദഗതി വൈദേശിക മേധാവിത്വം അല്ലെങ്കിൽ കൊളോണിയൽ മേധാവിത്വം ഇന്ത്യക്കാരിൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ അലകളടക്കം അതിന്റെ വിവിധ ഘട്ടങ്ങളില് ഇന്ത്യൻ ദേശീയ നേതാക്കന്മാര് അവരും ഇത് ഏറ്റുപിടിക്കുകയുണ്ടായി. പക്ഷെ അവർ ഏറ്റുപിടിച്ചത് വേറൊരു തലത്തിലാണ്. പാശ്ചാത്യ ലോകത്തുള്ള ദാർശനിക പാരമ്പര്യം അത് ഭൗതികതയിൽ മുങ്ങിക്കുളിച്ച് മൂക്കറ്റം അഭിരമിച്ച് വർത്തിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാര് അതിനൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ആത്മീയമായ ആത്മാവിന്റെ ശക്തിയിൽ വിജൃംഭിതരായിട്ടുള്ള ഒരു സമൂഹം, ആത്മാവിനെ കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം, ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് അതിശക്തമായ ചിന്തകൾ മുന്നോട്ട് വെച്ച ഒരു സമൂഹം എന്ന ഒരു കാഴ്ചപ്പാട് അവർ സ്വീകരിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും സുസജ്ജരാക്കുവാനും അവരെ ഭീതിരഹിതമായി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള സമരങ്ങളിൽ സജ്ജരാക്കി മുന്നോട്ട് കൊണ്ടുവരാനും. കാരണം നമുക്കറിയാം, ബ്രിട്ടീഷുകാർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരാണ്, ആയുധധാരികളാണ്, നിയമവിധാതാക്കളാണ്. അങ്ങനെ ഭൗതികമായ ഭരണകൂടത്തിന്റെ എല്ലാ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കുന്ന ആ വിഭാഗത്തെ എതിരിടാനായിട്ട് ആയുധമില്ലാത്ത ഒരു ജനസഞ്ചയം മുതിരുകയാണ്. അങ്ങനെ മുതിരുമ്പോൾ സഹനത്തിൻ്റെതായിട്ടുള്ള സഹനം മാത്രമല്ല, ഭൗതികമായ ശരീരം അത് നശ്വരമാണെന്നും അതിനകത്തുള്ള ആത്മാവ് അതാണ് അനശ്വരമായിട്ടുള്ളത്, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്, അതിനെ കൊല്ലാനായിട്ട് ഒരാൾക്കും കഴിയില്ല. ആയുധം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ആയുധം കൊണ്ട് അതിനെ മുറിക്കാൻ കഴിയില്ല, അതിനെ കൊല്ലാൻ കഴിയില്ല. മുറിക്കാൻ കഴിയുന്നു, കൊല്ലാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് വ്യാമോഹം മാത്രമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സൂക്തങ്ങൾക്ക് കാരണമായിട്ടുള്ള ഭഗവത്ഗീത അടക്കമുള്ള ഉപനിഷത്ത് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുൽക്കൊടികളെ പോലും പുരുഷ കേസരികളാക്കി സധീരം മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. നമ്മുടെ ധീരരായിട്ടുള്ള ദശാഭിമാനികള് തൂക്കുമരത്തിലേക്ക് സധൈര്യം നടന്നു നീങ്ങിയത് അനശ്വരമായ ആത്മാവിന്റെ ആ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഭഗവത്ഗീത മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ശക്തി, ആത്മീയമായ ശക്തി ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അവർ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ രണ്ട് തലങ്ങളും സമഞ്ജസമായി സമന്വയിച്ചപ്പോൾ ഉണ്ടായ അപകടമാണ് ഇന്ത്യക്കാര്
ഭൗതിക സുഖങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരാണ്. അവർക്ക് ഇഹലോക ജീവിതമല്ല, പരലോക ജീവിതത്തെക്കുറിച്ചാണ് അവർ വ്യാകുലപ്പെട്ടത്. സ്വർഗത്തെക്കുറിച്ചാണ്, മോക്ഷത്തെക്കുറിച്ചാണ് അവർ വ്യാകുല ചിത്തരായി ഭവിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള അതിശക്തമായ പ്രചരണം നമ്മുടെ ദേശീയ നേതാക്കളെയും ദാർശനികന്മാരെയും സ്വാധീനിച്ചത്. ഇത് വസ്തുതാപരമായും യാഥാർത്ഥ്യത്തോട് യാതൊരു വക സാമ്യവുമില്ലാത്ത ഒരു നിലപാടാണ് എന്ന് ഞാൻ വിശദമാക്കേണ്ടതില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് മാത്രമല്ല, ഒരു നാഗരികതയും ഏതെങ്കിലും ഒരു പ്രത്യേക ദർശനത്തോട് മാത്രം കൂറു പുലർത്തിക്കൊണ്ട് വികാസം പ്രാപിച്ചതായി നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇന്ത്യയുടെ സംസ്കാരവും അതുതന്നെയാണ്. രണ്ട് തലത്തിലുള്ള ദാർശനിക ചരിത്രവും അല്ലെങ്കിൽ ദാർശനിക നിലപാടുകളും വളരെ വ്യക്തമായി ഇന്ത്യൻ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ് എന്ന് ആധുനിക ചരിത്രകാരന്മാര് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊരു തലം കൂടിയാണ്. ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം അവര് ഭൗതികവാദത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ആ അവസരത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ ലിഖിത രേഖയായി നമ്മുടെ മുമ്പിലുള്ള കൃതികളില് പ്രധാനപ്പെട്ട ഒരു കൃതി ബുദ്ധന് മുമ്പ് രചിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അർത്ഥശാസ്ത്രം, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ആ അർത്ഥശാസ്ത്രത്തില് ജനങ്ങൾ പഠിക്കേണ്ട വിഷയം എന്തൊക്കെയാണ്, രാജാക്കന്മാര് രാജകുമാരന്മാര് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ പറയുന്ന അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം ആരംഭിക്കുന്ന ആദ്യത്തെ സൂത്രം തന്നെ സാഖ്യം യോഗോ ലോകായതം ചേത്യാന്വേഷികി എന്നാണ്. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഖ്യം യോഗോ ലോകായതം ച ഇതി അന്വേഷികി. സാഖ്യം, യോഗം, ലോകായതം ഈ മൂന്നുമാണ് അന്വേഷികി എന്ന വൈജ്ഞാനിക മേഖലയിൽപ്പെടുന്ന അറിവിന്റെ തലങ്ങൾ. അന്വേഷികി എന്നുള്ളത് പദം ഇന്ത്യയില് ആദ്യകാലങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത് ഫിലോസഫി എന്ന ഇന്നത്തെ അർത്ഥത്തിലാണ്. ദർശനമെന്ന പദം അക്കാലത്തുണ്ടായിരുന്നില്ല. ദർശനമെന്ന പദം ശങ്കരാചാര്യരുടെ കാലഘട്ടത്തോടു കൂടിയാണ് പ്രചാരം നേടുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ കൃതികളിലെ ഫിലോസഫി അല്ലെങ്കിൽ ദർശനം എന്ന പദത്തിന് തുല്യമായി ഉപയോഗിച്ചിരുന്ന പദമാണ് അന്വേഷിക. അപ്പൊ ജനങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്, രാജകുമാരന്മാർ പഠിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് അത് ദാർശനികമായ തലത്തില് ഒന്ന് സാഖ്യദർശനമാണ്, മറ്റൊന്ന് യോഗദർശനമാണ്, മറ്റൊന്ന് ലോകായത ദർശനമാണ്. അപ്പൊ ഏറ്റവും പ്രാചീനമായ ദാർശനിക ശാഖയായി ബുദ്ധന് മുമ്പ് കൗടില്യന്റെ കാലഘട്ടത്തില് അംഗീകാരം നേടിയിരുന്ന ദർശനങ്ങളിൽ ഒന്നാണ് ലോകായത ദർശനം എന്നർത്ഥം. അത്രയും പ്രാചീനമാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ദാർശനിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് 9 ദാർശനിക ധാരകളുണ്ട് നമുക്കറിയാം. 6 ആസ്തിക ദർശനങ്ങളും 3 നാസ്തിക ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന 9 ധാരകൾ. ഈ 9 ധാരകളിലും വെച്ച് ഏറ്റവും പ്രാചീനമായ ദാർശനിക ശാഖകളായിട്ട് അർത്ഥശാസ്ത്രകാരൻ കാണുന്നത് സാഖ്യദർശനവും യോഗദർശനവും ലോകായുധ ദർശനവുമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ
ആ കാലഘട്ടത്തിൽ പോലും മുമ്പ് പറഞ്ഞ, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രമെന്ന് പറയുന്നത്, ദാർശനിക ചരിത്രമെന്ന് പറയുന്നത് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് എന്ന വാദഗതി അവിടെ നിരസിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ദർശനങ്ങളുടെ അന്തസത്തയെക്കുറിച്ച് ഞാൻ വിശദമാക്കുന്നില്ല. ലോകായതം എന്ന് പറഞ്ഞാൽ ലോകേഷു ആയതം എന്നാണ് അർത്ഥം. ജനങ്ങളിൽ പ്രചുര പ്രചാരം സിദ്ധിച്ചവ എന്ന് താല്പര്യം. ജനങ്ങൾക്കിടയിലെ വ്യാപകമായി പ്രചാരത്തിലുള്ള ദർശനം എന്നർത്ഥം. ആരാണ് ജനങ്ങൾ എന്ന ചോദ്യത്തിന് നൽകുന്ന ശബ്ദ താരാവലി അടക്കമുള്ളവ നൽകുന്ന അർത്ഥം ലോകത്ത് പ്രയത്നിക്കുന്നവൻ എന്നാണ്, ലോകത്ത് പണിയെടുക്കുന്നവൻ എന്നാണ്. അങ്ങനെ പറയുമ്പോൾ പണിയെടുക്കുന്നവരുടെ ദർശനം, പണിയാളരുടെ ദർശനം, അടിസ്ഥാനപരമായി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ദർശനം, അവർക്കിടയിൽ വ്യാപകമായി പ്രചാരത്തിലിരുന്ന ദർശനം, അതായിരുന്നു ലോകായത ദർശനം എന്ന് നമുക്ക് അർത്ഥം ലഭിക്കുന്നു. ഇതിന് മറ്റ് പല പേരുകളുമുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ചാർവാക ദർശനം. ചാരുവായ വാക്ക്, മനോഹരമായ വാക്ക്, മനോഹരമായി സംസാരിക്കുന്ന, ജനങ്ങളോട് സംവദിക്കുന്ന അങ്ങനെയുള്ള ദാർശനിക ധാരകള്, അല്ലെങ്കിൽ ചാർവാകന്റെ ദർശനം എന്നൊക്കെ ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അതുമാത്രമല്ല, പിന്നീട് നാസ്തിക മതം, അസുരമതം എന്നൊക്കെ പല രീതിയിലും ഇതിനെ പറയപ്പെടുന്നുണ്ട്. മിക്കവാറും എല്ലാ ദർശനങ്ങളുടെയും പ്രത്യേകത ആ ദർശനങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാപകൻ ഉണ്ടായിരിക്കും. ചാർവാക ദർശനത്തിനായി ലോകായത ദർശനത്തിന്റെ സംസ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇനിയും കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല. ഒരു ബൃഹസ്പതിയാണ് എന്ന് ചില പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ബാർഹസ്പത്യം എന്നും ഈ ദർശനത്തിന് പേരുള്ളത്. ബൃഹസ്പതി ആരായിരുന്നു എന്നുള്ളത് ഗവേഷകർ ഇനിയും കണ്ടെത്തേണ്ടതാണ്. ചാർവാക ദർശനത്തെക്കുറിച്ച്, ലോകായത ദർശനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൗതികവാദത്തെക്കുറിച്ച് പഠിക്കാനായി മുന്നോട്ട് വരുന്ന ഏതൊരാളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും എന്തു നോക്കിയിട്ടാണ് പഠിക്കുക എന്നുള്ളതാണ്. മറ്റേതാണ്ട് എല്ലാ ദർശനങ്ങൾക്കും ഏതെങ്കിലും ഒരു അത്താണി ഉണ്ടായിരിക്കും. ഇപ്പൊ കപിലൻ എഴുതിയ സൂത്രങ്ങളോ, പതഞ്ജലി എഴുതിയ സൂത്രങ്ങളോ, ബാദരായണൻ എഴുതിയ സൂത്രങ്ങളോ, ബുദ്ധന്റേതെന്ന് പറയപ്പെടുന്ന വാക്യങ്ങളോ, ജിനന്റേതായി പറയപ്പെടുന്ന വാക്യങ്ങളോ, ഇതൊക്കെ ഓരോ ദർശനങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങളായി അവയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ചാർവാക ദർശനത്തെക്കുറിച്ച്, ലോകായത ദർശനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ എവിടെ നിന്നാണ് ആരംഭിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം ലോകായത ദാർശനികന്റെ അല്ലെങ്കിൽ അതിന്റെ അനുചരന്മാരുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സാധാരണ പറയാറുണ്ട്, ഇരുട്ടത്ത് കരിമ്പൂച്ചയെ പിടിക്കുക എന്നുള്ളത് സുസാധ്യമല്ല. ഇപ്പൊ ലോകായത ചിന്തകളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരൊറ്റ കൃതിയും നമ്മുടെ മുമ്പിൽ ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അവയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ജനങ്ങൾക്കിടയിൽ വളരെ പ്രചാരം സിദ്ധിച്ചിരുന്ന ഒരു ദർശനത്തെക്കുറിച്ച് ആരും ഒന്നും എഴുതിയിട്ടുണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. എഴുതിയിട്ടുണ്ടാകണം, പക്ഷേ ലഭ്യമല്ല. എവിടെ പോയി? ഗവേഷകർ ഏറ്റെടുക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഒരുപക്ഷേ കാലഘട്ടം
അതിശക്തമായിട്ടുള്ള വർഗപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം, പുരോഹിത മേധാവിത്വത്തിനെതിരായിട്ട് ആഞ്ഞടിച്ച ഒരു ദാർശനിക ശാഖ എന്ന നിലയിൽ ഈ ദർശനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം തങ്ങളുടെ ചെങ്കോലും മരവരിയും തെറിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ ബോധപൂർവം ആ ദർശനത്തിന്റെ വിവിധ ധാരകളെ പേർത്തും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ മുച്ചൂടും നശിപ്പിച്ചതാകാം, പറയാൻ കഴിയൂല. അങ്ങനെ ആകാം. അങ്ങനെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം, ഗ്രന്ഥശാലകളെ കത്തിക്കുക എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് രീതിയായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇത് വളരെ മുമ്പ് തന്നെ ആരംഭിച്ച ചില രീതികളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ നിഗമിക്കാം. തെളിവുകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് മാത്രം. പിന്നെ എവിടെ നിന്നാണ് ഈ ദർശനത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്? ഈ ദർശനത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ദർശനത്തെ വേട്ടയാടിയ, ഈ ദർശനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച, ഈ ദർശനത്തെ ആരാണോ ഭയപ്പെട്ടിരുന്നത് അവർ വിവരിക്കാൻ ശ്രമിച്ച അവരുടെ വിവരണങ്ങളിലൂടെയാണ് ചാർവാക ദർശനത്തെക്കുറിച്ച്, ലോകായത ദർശനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൗതികവാദത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ എന്ന് പറയുന്നത്. അതിന് ഭാരതീയ പാരമ്പര്യം പറയുന്ന പേരാണ് പൂർവപക്ഷ വിവരണം. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. പൂർവപക്ഷം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ദാർശനിക ചരിത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. വാദേ വാദേ ജായതേ തത്വബോധ എന്ന് പറയുന്നത് പോലെ സംവാദാത്മകമായിട്ടുള്ള പഠന രീതി, ആ സംവാദാത്മകമായ പഠന രീതിയിൽ ഒരു സിദ്ധാന്തം പ്രഖ്യാപിക്കുകയും ആ സിദ്ധാന്തം പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ഗുരു തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കാം, ചോദ്യരൂപേണ ഒരു കാര്യം പറഞ്ഞാൽ, അല്ല ആ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടല്ലോ, എന്താ ആ അഭിപ്രായം? ഇന്നതാണ്, ഇന്നൊരു അഭിപ്രായം കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അങ്ങനെ അത് ശരിയാണെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? അപ്പൊ സ്വാഭാവികമായിട്ടും ഗുരു അതിനെ ഖണ്ഡിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വേറൊരു പ്രശ്നം കടന്നു വരുന്നു. അയാള് ചോദ്യം ഉന്നയിക്കുന്നു, ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് അവിടെ അത് യോജിക്കുന്നത്? ഗുരു അതിന് മറുപടി പറയുന്നു. ഈ രീതിയിൽ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ സിദ്ധാന്തത്തിനെതിരെ ഉയരുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങള്, ആശയങ്ങള് അത് ചോദ്യരൂപേണ ഉന്നയിക്കപ്പെടുകയും ഗുരു അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങളെയാണ് പൂർവപക്ഷം എന്ന് പറയുന്നത് എന്ന് ചുരുക്കി പറയാം. ഈ പൂർവപക്ഷത്തിന്റെ പ്രത്യേകത, ഈ പൂർവപക്ഷം അതിന്റെ മുഖവിലയ്ക്ക് എടുക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. അത് ഏത് ദർശനത്തിലെ പൂർവപക്ഷമായാലും, ഏത് ദർശനത്തെക്കുറിച്ചുള്ള പൂർവപക്ഷമായാലും. കാരണം സൈദ്ധാന്തികൻ അല്ലെങ്കിൽ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തി, ആ വ്യക്തിയുടെ ലക്ഷ്യം പൂർവപക്ഷം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് ആ പൂർവപക്ഷത്തെ ഖണ്ഡിച്ചുകൊണ്ട് തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അതിനെതിരെ വരുന്ന തടസ്സങ്ങളാണ് പൂർവപക്ഷം. സ്വാഭാവികമായിട്ടും ആ തടസ്സങ്ങള് എതിരാളികൾ ഉന്നയിക്കുന്നതല്ല, മറിച്ച് എതിരാളികളെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർ തന്നെ ഉന്നയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ പൂർവപക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥ ആശയങ്ങൾ ആകണം എന്ന് ഇല്ല. ചിലപ്പോ ആ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്തരം ആശയങ്ങളെ ചിലപ്പോ അതിന് വികൃതമായോ, അല്ലെങ്കിൽ എതിരാളികളുടെ ആശയങ്ങളിലെ ദുർബലമായ ആശയങ്ങളെ മുഖ്യ പ്രശ്നമായിട്ടോ, അങ്ങനെ പല രീതികളിലാകാം. എന്തായാലും സിദ്ധാന്തം പറയുന്ന വ്യക്തിക്ക് എളുപ്പത്തിൽ അതിനെ ഖണ്ഡിക്കണം. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ ഖണ്ഡിക്കാൻ ഉതകുന്ന ആശയങ്ങളായിരിക്കും പൂർവപക്ഷമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർവപക്ഷം എന്ന രീതിയിലും അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളെ മുഖവലക്കെടുത്ത് കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ അത് വലിയ ഒരു ചതിക്കുഴിയായിരിക്കും എന്നും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം
ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം. എങ്കിലും നമുക്ക് അവരോട് നന്ദി പറയാം. കാരണം മറ്റൊരു സോഴ്സുമില്ലല്ലോ ഈ ദാർശനിക ധാരകളുടെ ചില ഘടകങ്ങളെയെങ്കിലും നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ലഭിക്കുവാൻ എന്നതുകൊണ്ട്. എന്താണ് ഈ പൂർവപക്ഷങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ലോകായുധ ദർശനം എന്ന് പരിശോധിക്കാം. ഭാരതീയ ദാർശനിക ധാരകള് ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പഠിക്കാൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് അവരുടെ വിഷയം. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ ജീവിതമാണ് അവരുടെ വിഷയം. അപ്പൊ മനുഷ്യനെ കുറിച്ചും അവന് ചുറ്റുമുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുള്ള അവന്റെ ഉത്കണ്ഠകളാണ് ദർശനമായിട്ട് രൂപാന്തരപ്പെടുന്നത്. മുമ്പ് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം രൂപപ്പെടുന്നത്? മിക്കവാറും എല്ലാ ദർശനങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൗതികമാണ്, പഞ്ചഭൂതാത്മകമാണ്. 5 ഭൂതങ്ങൾ, 5 മൗലിക കണങ്ങൾ എന്നെടുക്കാം. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. 5 ആയില്ലേ? ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ 5 മൂലകങ്ങളും ഈ 5 മൂലകങ്ങളുടെ സംയോജന ഫലമായിട്ടാണ് ഈ പ്രകൃതി രൂപപ്പെടുന്നത്. ഈ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും രൂപപ്പെടുന്നത്. അതിലെ ഒന്നായ മനുഷ്യനും രൂപപ്പെടുന്നത് അങ്ങനെയാണ്. എല്ലാ ദർശനങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ചാർവാകന്മാര് എന്നാൽ അങ്ങനെയല്ല പറയുന്നത്. അവര് പറയുന്നത് 5 മൂലകങ്ങളൊന്നുമില്ല, 4 ഉള്ളൂ. പൃഥിവി അപ് തേജോ വായുരിതി തത്വാനി തത് സമുദായേ ശരീരേന്ദ്രിയ വിഷയ സംജ്ഞ തേഭ്യ ചൈതന്യം ചൈതന്യ വിശിഷ്ട കായ പുരുഷ. പൃഥിവി, അപ്പ്, തേജസ്, വായു. പൃഥിവി ഭൂമി, അപ്പ് വെള്ളം, തേജസ് അഗ്നി, വായു വായു. ഈ 4 മൗലിക മൂലകങ്ങളാണ് ഉള്ളത്. ആകാശമെന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോചരമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ ഒരു തത്വമായി, ഭൗതിക പദാർത്ഥമായി അംഗീകരിക്കുന്നില്ല. 4 മൂലകങ്ങളെയുള്ളൂ. ഈ 4 മൂലകങ്ങള് സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ആ സമ്മേളനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് വളരെ വിശകലനം ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ഞാൻ അങ്ങോട്ട് വിശദമായി കടക്കുന്നില്ല. എന്നാലും ചില ചുരുങ്ങിയ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ സമഞ്ജസമായി ഒരു പ്രത്യേക റേഷ്യോയിൽ ഈ 4 മൂലകങ്ങളെയും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരേന്ദ്രിയ വിഷയ സംജ്ഞ, ശരീരം, ഇന്ദ്രിയം ഇതൊക്കെ ചേർന്ന വിഷയം എന്താണോ ആ ശരീരം ലഭിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് തന്നെയാണ് ചൈതന്യവും ഉണ്ടാകുന്നത്. അങ്ങനെ ചൈതന്യ വിശിഷ്ടമായ ശരീരമാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചുകൂടി വിശകലനം ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പൃഥിവി, അപ്പ്, തേജസ്, വായു. പൃഥിവിയിൽ ചൈതന്യം നമ്മൾ കണ്ടിട്ട്, ചൈതന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് അർത്ഥമാണ് എടുക്കാം. കോൺഷ്യസ്നെസ് എന്നെടുക്കാം, ബോധം എന്നെടുക്കാം, അറിവ് എന്നെടുക്കാം, ആത്മാവ് എന്നെടുക്കാം. നിങ്ങൾ ഏത് സംജ്ഞ വേണമെങ്കിലും ഉപയോഗിച്ചോളും. പൃഥിവിയിൽ അതില്ല, വെള്ളത്തിലും അതില്ല, വായുവിലും അതില്ല, അഗ്നിയിലും ചൈതന്യമില്ല. അപ്പൊ ചൈതന്യമില്ലാത്ത ഈ 4 മൂലകങ്ങൾ ഒരു പ്രത്യേക റേഷ്യോയിൽ, ഒരു പ്രത്യേക രീതിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചാൽ ചൈതന്യ വിശിഷ്ടമായ കായം, ശരീരം രൂപപ്പെടും എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? സ്വാഭാവികമായിട്ട് ഉരുത്തിരിയുന്ന ഒരു പ്രധാന ചോദ്യമാണ്. അത് സാധ്യമല്ലല്ലോ. ചാർവാകന്മാർ പറയുന്നത് അത് സാധ്യമാണ് എന്നാണ്. അത് സാധ്യമാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ എന്നാണ് ചാർവാകന്മാർ പറയുന്നത്. ചാർവാകന്മാരുടെ കാലഘട്ടം നമുക്കറിയാം, വളരെ വളരെ മുമ്പാണ്.
ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയുടെ ബാലപാഠങ്ങൾ പോലും, ബാലതലങ്ങൾ പോലും, പ്രാഥമികമായ തലങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം. ഇന്നത്തെ പോലെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നും സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടം. അതിശക്തമായ കൂർമ്മമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നിരീക്ഷണ പാഠവം പ്രദർശിപ്പിച്ചുകൊണ്ട്, പ്രകൃതിയിലേക്ക് തുറന്നു വെച്ച കണ്ണോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യ സമൂഹം, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട്, പഠിച്ചുകൊണ്ട്, അത് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ ദാർശനിക ചരിത്രത്തെ പടുത്തുയർത്താൻ ശ്രമിച്ച പ്രകൃതി സ്നേഹികളായ ഒരു മനുഷ്യ സമൂഹമായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങളെ എടുക്കാനായിട്ട് കഴിയും. അങ്ങനെ അവർ പറയുന്നത് ഇത് സാധ്യമാണ്. ചൈതന്യമില്ലാത്ത പൃഥിവിയും അപ്പും തേജസ്സും വായുവും കൂട്ടിച്ചേർന്നാൽ ചൈതന്യ വിശിഷ്ടമായ ശരീരം രൂപപ്പെടും. ദാ നോക്കൂ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുകയാണ്. എന്റെ കുട്ടിക്കാലത്ത്, നിങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ ഇപ്പോഴും ചിലപ്പോ വ്യാപൃതമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം അത്. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ വീട്ടില്, ഞങ്ങളുടെ പറമ്പില് ഒരുപാട് കശുമാങ്ങ, നിങ്ങൾക്ക് അറിയാം കശുമാങ്ങ എന്താണെന്ന്, പറങ്കി മാങ്ങ എന്നൊക്കെ പറയും. വിഷുവിന് ഒരുപാട് പറങ്കി മാങ്ങ പഴുത്ത് നല്ല തുടുത്തിരിക്കുന്ന കശുമാങ്ങ. അതിങ്ങനെ ആ മാവിന്റെ കൊമ്പിലിങ്ങനെ തുടുത്തിരിക്കുമ്പോ അച്ഛൻ രാവിലെ പറയും, വാ മക്കളെ, ഞങ്ങൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ പോകും. അച്ഛൻ മരത്തിന്റെ മുകളിൽ കയറി കുലുക്കും, അത് മാങ്ങ താഴെ വീഴും. ഞങ്ങൾ മക്കൾ അതൊക്കെ പറക്കിയെടുക്കും, വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അടുത്ത് വെച്ച് അച്ഛൻ അതിനെ വിരിഞ്ഞ് അതിന്റെ അണ്ടി ഒരു ഭാഗത്തിടും, മറ്റേ ഭാഗം സാധാരണ നമ്മൾ കളയാറാണ് പതിവ്. പക്ഷേ ഒരുപാട് ഉള്ളത് കൊണ്ട് അച്ഛൻ പറയും അതവിടെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. കുറെ നമ്മൾ കഴിക്കും. ഈ ശരീരമൊക്കെ അങ്ങനെ രൂപപ്പെട്ടതാണ്. അപ്പം ആ മാങ്ങയുടെ ആ മാംസളമായ ഭാഗം അതൊക്കെ ശേഖരിച്ച് കഴുകി അച്ഛൻ പറയും, ഒരു കുടമെടുക്ക് മോനെന്ന് പറയും. നമ്മൾ കുടമെടുത്ത് കൊടുക്കും. അച്ഛൻ അത് പിഴിയും. അങ്ങനെ അതിൻ്റെ നീര് എടുത്ത് അരിച്ചതിൽ വെക്കും. കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ കടയിൽ പോയിട്ട് കരിപ്പെട്ടി ചക്കര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കറുത്ത ചക്കര നമുക്കറിയാം. ഞങ്ങൾ തൃശ്ശൂർ ഭാഷയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ കരിപ്പെട്ടി ചക്കര കുറച്ച് വാങ്ങിക്കും. പിന്നെ വീട്ടിൽ കഞ്ഞി വെക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗോതമ്പ് ഉണ്ടാകും, കുറച്ച് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ള അത് കുറച്ച് എടുത്ത് ചതയ്ക്കും. പിന്നെ പൈനാപ്പിള്, അങ്ങനെ ഒരു ഇതുണ്ട്. പൈനാപ്പിൾ വാങ്ങിക്കും. പൈനാപ്പിൾ ചെത്തി അതിന്റെ കാമ്പ് ഞങ്ങൾ കഴിക്കും. ബാക്കിയുള്ളത് ഇതിലേക്കിടും. അങ്ങനെ അതെല്ലാം ഇട്ട് അത് ഒരു ഭദ്രമായിട്ട് ഒരു തുണി കൊണ്ട് മൂടി കെട്ടി ഭദ്രമായി വെക്കും. എല്ലാ ദിവസവും അച്ഛൻ അടുത്ത് കുലുക്കും. അത് നമ്മൾ കാണാറുള്ളതാണ്. എന്താണെന്ന് നമുക്ക് അറിയാമായിരുന്നില്ല. അങ്ങനെ ഒരു 10-21 ദിവസം കഴിയുമ്പോൾ അച്ഛൻ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് കണ്ടത്. അച്ഛൻ അത് എടുത്തു കൊണ്ടുവന്ന് ഒരു 3 കലം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അടിയിലെ കലത്തില് ഈ നീര് അച്ഛൻ ഒഴിക്കും. ഈ പറഞ്ഞ സാധനം, ഈ ചക്കരയും ഗോതമ്പും അതൊക്കെ ഇട്ടുള്ള അത് അതിലൊഴിക്കും. അടുപ്പിന്റെ മുകളിൽ വെച്ച് അടുപ്പിൽ തീ കൊടുക്കും. അതിന്റെ മുകളിൽ ഒരു വേറൊരു ചട്ടി വെക്കും. ആ ചട്ടിയുടെ സൈഡിൽ അച്ഛൻ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഓട്ടയുടെ അതിന്റെ ഉള്ളിൽ കൂടെ അച്ഛൻ ഈ പാള എന്ന് പറയുന്ന സാധനമുണ്ട്, കവുങ്ങ്. ഞങ്ങളുടെ നാട്ടിൽ കവുങ്ങ് എന്ന് പറയും, ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ കവുങ്ങിന്റെ പാള ഉപയോഗിച്ചുകൊണ്ട് ഒരു വിശറിയുടെ രൂപത്തിൽ വെട്ടിയെടുക്കും. അങ്ങനെ വിശറിയുടെ രൂപത്തിൽ വെട്ടിയെടുത്ത് അതിന്റെ ആ പിടിയുണ്ടല്ലോ, ആ പിടി ഒന്നുകൂടി നേരത്തിലാക്കിയിട്ട് അതിന്റെ ഓട്ടയും കൂടെ പുറത്തേക്കിടും. എന്നിട്ട് അതവിടെ ഭദ്രമായിട്ട് ചില ചരടൊക്കെ കെട്ടിങ്ങനെ വെക്കും. അത് മടങ്ങാതിരിക്കാൻ എന്തോ ഇറുക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭദ്രമാക്കുന്നത് കാണാം. എനിക്കതിന്റെ പൂർണ്ണ രൂപം എനിക്ക് അറിയില്ല, ഞാൻ അതിൽ വ്യാപരിച്ചിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ അതിന്റെ മുകളില് അച്ഛൻ വേറൊരു ചട്ടി വെക്കും. ആ ചട്ടിയിൽ പച്ചവെള്ളം കുറെ ഒഴിക്കും. ഇത് ചൂടാക്കുകയാണ്. ചൂടാക്കി കഴിയുമ്പോൾ തിളയ്ക്കുമ്പോൾ ആവി വരും. ആവി വരുമ്പോൾ ഇങ്ങനെ ആ വിശറിയുടെ അല്ലെങ്കിൽ പാളയുടെ അപ്പുറത്ത് കൂടെ ആവി ഇങ്ങനെ പുറത്തേക്ക് പോകണൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ പാളയുടെ അടി കൂടെ ഇങ്ങനെ ഓരോ ഒറ്റ ഇങ്ങനെ വീഴുന്നതാണ്. ആ ഒറ്റ ഇങ്ങനെ നോക്കിയിട്ട് അച്ഛൻ അങ്ങനെ
അത് റെഡി കൃത്യമാണെന്നാണ്. പിന്നെ അത് അപ്പം പിന്നെ ഒരു കുപ്പി വെക്കും, ആ കുപ്പി നിറയും, വേറെ കുപ്പി വയ്ക്കും, ആ കുപ്പി നിറയും, ആ കുപ്പി മാറ്റും. അങ്ങനെ 2-4 കുപ്പികൾ നിറച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ഇത് മാറ്റും. ഈ പ്രക്രിയ നിങ്ങൾക്കറിയാം എന്താ സാധനം എന്ന്? അത് കുടിച്ചു കഴിഞ്ഞാൽ പോണ വഴി മൊത്തം അറിയുന്നതാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ വയറിന് നല്ലതാണെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. വയറിന് എന്ത് അസുഖം ഉണ്ടായാലും ഇതൊരു ടീസ്പൂൺ കഴിച്ചാൽ മതി, ആ അസുഖം പരിപൂർണമായും മാറുമത്രേ. എനിക്കറിയില്ല. പക്ഷെ അതിനെയാണ് നമ്മൾ ചാരായം എന്ന് പച്ചഭാഷയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചാരായത്തിന്റെ പ്രത്യേകത എന്താ? അത് കുടിച്ചാൽ പൂസാകും എന്നുള്ളതാണ്, അല്ലേ? അത് കുടിച്ചാൽ പൂസാകും. കരിപ്പട്ടി ചക്കര തിന്നിട്ട് ആരെങ്കിലും പൂസായിട്ടുണ്ടോ? ചക്കര തിന്നിട്ട് ആരെങ്കിലും പൂസായിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഗോതമ്പ് തിന്നിട്ട് ആരെങ്കിലും പൂസായിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കശുമാങ്ങ നീര് കുടിച്ചിട്ട് ആരെങ്കിലും പൂസായിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സുല്ല് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം. അതില് ആ പാത്രത്തില് ഉപയോഗിച്ച റോ മെറ്റീരിയൽസ് ഒന്ന് കഴിച്ചിട്ട് പോലും മനുഷ്യൻ പൂസായ ചരിത്രം ഇല്ല. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ സമ്മേളിപ്പിച്ച് സമഞ്ജസമായി കൂട്ടിച്ചേർത്ത് ചൂടുപിടിപ്പിച്ചപ്പോ ഒരു പുതിയ ഉൽപ്പന്നം കിട്ടി. ആ പുതിയ ഉൽപ്പന്നത്തിന് അതിലൊന്നുമില്ലാത്ത ഒരു പുതിയ ഗുണത്തോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. സാധ്യമാണ്. അവിടെയാണ് ചാർവാകന്മാരുടെ നിരീക്ഷണത്തിന്റെ കൂർമ്മത. അവിടെയാണ് സാധ്യമാണ്. പൃഥിവി, അപ്, തേജസ്, വായു, ഇതിൽ ചൈതന്യമില്ല. പക്ഷേ അത് ചൈതന്യമില്ലെങ്കിലും അതിന് പ്രത്യേക രീതിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചാൽ ചൈതന്യ വിശിഷ്ടമായ ശരീരം സാധ്യമാണ്. ഒരെണ്ണം അത് യാദൃശികമായിട്ട് നിങ്ങൾ വേണേൽ ചൂണ്ടിക്കാണിച്ചതായിരിക്കാം. അല്ല, നോക്കൂ, അത് യാദൃശികമാണ്. ഒരു ചക്കയിട്ടപ്പോൾ ഒരു മൊയലിനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ചക്കയിട്ടാലും മൊയലിനെ കിട്ടണമെന്നില്ലല്ലോ. ചാർവാകന്മാർ പറഞ്ഞു അല്ല, യാദൃശികമല്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലേ? കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, കല്യാണം സദ്യ വയർ നിറച്ച് ഉണ്ട് കഴിഞ്ഞാൽ, ഒരു ആമ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ, പഴയ കാർന്നവന്മാരൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊരു സാധനം കിട്ടും. ഒരു പച്ച നിറത്തിലുള്ള ഒരു ഇല, വെറ്റില എന്നാണ് അതിന് പറയാ. അടുത്ത് ചുണ്ണാമ്പുണ്ടായിരിക്കും, വെളുത്ത സാധനം. തൊട്ടപ്പുറത്ത് ഒരു ഇളം ചുവപ്പുള്ള അടക്ക ഉണ്ടാവും, പിന്നെ കറുത്ത പുകയില ഉണ്ടാവും, അല്ലേ? ചുണ്ണാമ്പും വെറ്റിലയും പുകയിലയും അടക്കയും ഇത് 4 കൂട്ടി ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക റേഷ്യോയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് നമ്മൾ വായിലിട്ട് ചവച്ച് തുപ്പിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൂക്ഷിച്ചില്ലെങ്കിൽ ഇരുട്ട് സംഭവിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. അതുതന്നെയാണ് ഈ 4 വസ്തുക്കള് വായിലിട്ട് ചവച്ച് നമ്മള് പുറത്തേക്ക് തുപ്പുമ്പോൾ ഈ 4ലും ഇല്ലാത്ത ഗുണങ്ങളോടുകൂടി ഒരു പുതിയ ഉൽപ്പന്നം സാധ്യമാണ്. അവിടെയാണ് ഒരു പുതിയ ഉൽപ്പന്നം, ചുവന്ന് തുടുത്ത ഒരു സാധനം പുറത്തേക്ക് വരുന്നു. എവിടെ നിന്നാണ് ഈ വരുന്നത്? വെറ്റില പച്ച നിറമാണ്, ചുവപ്പല്ല. ചുണ്ണാമ്പ് വെളുത്തതാണ്, ചുവപ്പല്ല. പുകയില കറുത്തതാണ്, ചുവപ്പല്ല. ചുവപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ, പക്ഷെ ആ ചുവപ്പല്ല പുറത്തേക്ക് വരുന്നത്. അടക്കയുടെ ചുവപ്പ് അത് വേറെയാണ്. പക്ഷെ ഇതൊരു പ്രത്യേക റേഷ്യോയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കടുത്ത ആ റേഷ്യോ ശരിയായിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ നിറമാണ് പുറത്തേക്ക് വരിക. ഏതെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം. വെറ്റില കുറെ കൂടിക്കഴിഞ്ഞാൽ ചുവപ്പിന് വ്യത്യാസമുണ്ടാകും. ചുണ്ണാമ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വായിലൊന്നും ഇടൂല. പുകയില കൂടിക്കഴിഞ്ഞാൽ അവൻ തല ഉയർത്തൂല, അല്ലേ? അടക്ക കൂടിക്കഴിഞ്ഞാൽ ചുവപ്പിന് വ്യത്യാസം വരും. പക്ഷെ ഒരു പ്രത്യേക റേഷ്യോ, അതൊക്കെ കാരണവന്മാർക്ക് അറിയാം, നിങ്ങൾക്ക് അറിയില്ല മാത്രം. കാരണവന്മാർക്ക് എത്രയാണ് ചുണ്ണാമ്പ് എത്ര തേക്കണം കൃത്യമായിട്ട് അറിയാം, എത്ര അടക്ക എടുക്കണം കൃത്യമായിട്ട് അറിയാം. നമുക്ക് അറിയാത്തുള്ളൂ. പക്ഷെ
അറിയുന്നവർക്ക് അതറിയാം. ആ അറിയുന്ന രീതിയിൽ അവ സമഞ്ജസമായി സമ്മേളിപ്പിച്ചാൽ ഒരു പുതിയ ഉൽപ്പന്നം സാധ്യമാണ്. ഈ രീതിയിലാണ് പ്രപഞ്ചം രൂപപ്പെട്ടത്, പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹവും രൂപപ്പെട്ടത് എന്ന് ചാർവാകന്മാര് പറയുന്നു. അടിസ്ഥാനം ബോധമെന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ ഗുണമാണ്. ആധുനികമായ ശാസ്ത്രം പറയുന്ന കാര്യമാണ്. നമ്മുടെ ബോധവും ചിന്തയും അതൊക്കെ എത്ര എന്താ പറയാ, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. നമുക്കറിയാം, തലച്ചോറിന്റെ ഉപോൽപ്പന്നമാണ്, അല്ലെങ്കിൽ തലച്ചോറിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടതാണ് ബോധം എന്നൊക്കെ പറയുന്നത്. ഭൗതികമായ പദാർത്ഥത്തെ ആശ്രയിച്ച് രൂപപ്പെടുന്ന ഒന്നാണ് ബോധം അഥവാ ചൈതന്യം അഥവാ ആത്മാവ് എന്ന സിദ്ധാന്തം. ആധുനിക ശാസ്ത്ര സമ്മതമായിട്ടുള്ള ആ ആശയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ശാസ്ത്രം പിച്ചവെക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാർവാകന്മാർ മുന്നോട്ട് വെച്ചു എന്നുള്ളത് ഭാരതീയരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും തല ഉയർത്തിക്കൊണ്ട് എവിടെയും പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പൂർവികന്മാര്, ചാർവാകന്മാര്, ലോകായുധന്മാര് ഇതാ ദ്രവ്യാശ്രിതമാണ് ബോധം എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചവരാണ്. മാത്രമല്ല, ജീവിതത്തില് ജീവന്റെ ഉൽപ്പത്തിക്ക് നിദാനമായ കാര്യങ്ങൾ ഈ രീതിയിലാണ് രൂപപ്പെട്ടത് എന്ന് പ്രകൃതിയെ പഠിച്ചുകൊണ്ട്, പ്രകൃതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ചവരാണ് എന്ന് നമുക്ക് എവിടെയും പറയാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു കാര്യമാണ്. പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് ഇവയെ നമ്മൾ പഠിക്കുന്നത്? ഇന്ത്യൻ ദർശനം മുന്നോട്ട് വെക്കുന്നത് പ്രമാണം എന്ന് പറയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും, മിക്കവാറും എല്ലാവരും അത് അറിയുന്നവരാണ്. 4 പ്രമാണങ്ങളാണ് മുഖ്യമായിട്ടുമുള്ളത്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇങ്ങനെ 4 പ്രമാണങ്ങൾ വഴിയാണ് ഈ പ്രകൃതിയെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നത് എന്ന് ഭാരതീയ ദാർശനിക ശാഖകൾ പറയുന്നു. ഞാൻ അതും വിശദീകരിക്കുന്നില്ല. ചിലര് 4 അല്ല 5 ഉണ്ട്, ചിലര് 6 ഉണ്ട്, ചിലര് 8 ഉണ്ട്, അങ്ങനെ പലതും കൂടുന്നുണ്ട്. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. ചാർവാകന്മാര് പറയുന്നത് പ്രത്യക്ഷമേവ പ്രമാണം. പ്രത്യക്ഷമേവ പ്രമാണം, പ്രത്യക്ഷം മാത്രമാണ് പ്രമാണം. അനുമാനം പ്രമാണമല്ല, മറ്റുള്ള ഒരു പ്രമാണങ്ങളും പ്രമാണമല്ല. ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ, അത് പ്രത്യക്ഷം മാത്രമാണ്. ഇവിടെയും ഒരു വിമർശനം, അടിക്കുറിപ്പ് ആവശ്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, പൂർവപക്ഷാനുപ്രാണിതമായ ദാർശനിക ചിന്തകളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. പൂർവപക്ഷം പറയുന്നത് അനുസരിച്ച് ചാർവാകന്മാര് പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്നവരാണ്. അത് വസ്തുതാപരമായി ശരിയല്ല എന്നതാണ് എൻ്റെ നിരീക്ഷണം. അതിന് കാരണമായി വർത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ വഴിയെ സമയമനുസരിച്ച് പറയാം. എന്തായാലും അവിടെ ഒരു ഫുട്നോട്ട് അനിവാര്യമാണ് എന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. ചാർവാകന്മാരെ ഒരു പുതിയ വിശ്വാസ പ്രമാണവുമായി അവതരിച്ചവരാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിസ്ഥാനമായി വർത്തിക്കുന്ന മതം, ജാതി തുടങ്ങിയ മനുഷ്യവിരുദ്ധമായ എല്ലാ സംഗതികളെയും അവര് അടിമുടി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. പ്രകൃത്യതീതമായ ശക്തി, ഈശ്വരൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറയുന്ന അത്തരമൊരു ശക്തിയുടെ ആവശ്യമില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ അവരുടെ ദർശനത്തെ രൂപപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ 4 മൂലകങ്ങൾ, മുമ്പ് പറഞ്ഞ 4 മൂലകങ്ങൾ ഈ രീതിയിൽ പരിണമിക്കുന്നത് എന്ന ചോദ്യത്തിന് ഭാരതീയ ദാർശനികന്മാര് മിക്കവാറും എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം സർവം സ്വാഭാവിക മതം എന്നാണ്. ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അഗ്നി ചൂടുള്ളതായി തീരുന്നത്?
എന്തുകൊണ്ടാണ് ജലം തണുത്തതായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഈ മുള്ളുകൾക്ക് ഇത്രയും മൂർച്ചയുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വിചിത്രമായ പക്ഷി മൃഗാദികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശർക്കരയ്ക്ക് മധുരം ഉണ്ടാകുന്നത്? അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ അവസാനം പറയുന്നത് ഇതൊന്നും ആരും നിശ്ചയിച്ചതല്ല, മറിച്ച് ഇത് സർവം സ്വാഭാവികം മതം, ഇത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിയുന്നതാണ്. ഓരോ വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ചില ചോദനകളുണ്ട്, ആന്തരികമായ ചോദനകൾ. ഈ ആന്തരികമായ ചോദനകളാണ് ഈ വസ്തുക്കളെ ആ വസ്തുക്കളായി നിലനിർത്തുന്നത്. ഈ പരിണാമം അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ചമായി രൂപപ്പെടുന്ന ഈ അവസ്ഥ, ഈ 4 മൂലകങ്ങൾ പ്രപഞ്ചമായി രൂപപ്പെടുന്ന അതിന്റെ അടിസ്ഥാനവും ഈ സ്വാഭാവികം അല്ലെങ്കിൽ സ്വഭാവവാദം എന്ന് പറയപ്പെടുന്ന ആ ദർശനത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും പ്രകൃതി അതീതമായ ശക്തികളുടെ കൈക്കടത്തലായിട്ട് അവരത് അംഗീകരിക്കുന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ദർശനത്തിലെ ഒരു ലേറ്റർ പ്രതിഭാസമാണ്. നമ്മൾ എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ലേറ്റർ പ്രതിഭാസമാണ്. രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആത്മീയത, ഈശ്വര ചൈതന്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചയാണ് ഇന്ത്യയിൽ നടന്നിട്ട് ശുദ്ധ അസംബന്ധമാണ്. ഈ മുമ്പ് പറഞ്ഞ 9 ദർശനങ്ങൾ എടുത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെയൊക്കെ ആരംഭദശയിൽ അതില് ബഹുഭൂരിപക്ഷവും നിരീശ്വരവാദപരമായ നിലപാടെടുത്തവയായിരുന്നു. സാഖ്യദർശനം ഞാൻ പറയേണ്ട ആവശ്യമില്ല, തികഞ്ഞ ഭൗതികവാദം. ന്യായദർശനം തികഞ്ഞ ഭൗതികവാദം. വൈശേഷിക ദർശനം തികഞ്ഞ ഭൗതികവാദം. ബൗദ്ധദർശനം നിരീശ്വരൻ പറയേണ്ട ആവശ്യമില്ല. ചാർവാക ദർശനം പറയേണ്ട ആവശ്യമില്ല. ജൈന ദർശനം പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അറിയപ്പെടുന്ന 9 മുഖ്യ ദാർശനിക ശാഖകളില് 6ഉം അതിന്റെ തുടക്കത്തിൽ നിരീശ്വരവാദപരമായിരുന്നു എന്ന് ആധുനിക പണ്ഡിതന്മാർ സമർത്ഥിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വായിക്കുക. ആരംഭദശയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നീട് മാറ്റമുണ്ടായിട്ടുണ്ട്. സമൂഹം വർഗപരമായി വേർതിരിയുകയും വർഗപരമായിട്ടുള്ള മേൽക്കോയ്മകള് സമൂഹത്തിൽ രൂഢമാവുകയും അതീശ വിഭാഗമായി ഒരു വിഭാഗം ഉയരുകയും അവരവരുടെ ചെങ്കോലും അധികാരവും മരവുരിയും ഒക്കെ സംരക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായുകയും ചെയ്ത കാലഘട്ടത്തിലും ഈശ്വരനടക്കമുള്ള ചിന്തകള് ഈ ദർശനങ്ങളിൽ കടന്നുകൂടുകയാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ന്യായവൈശേഷികത്തെക്കുറിച്ച് എടുക്കാം. ഇന്ത്യയിലെ പ്രാചീന ഭാരതത്തിലെ അണുസിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കളാണ് ഈ നൈയായികന്മാരും വൈശേഷികന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അണുസിദ്ധാന്തം എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്? അണുക്കളിലൂടെയാണ്, പരമാണുക്കളിലൂടെയാണ്, കണമാണ് പരമപ്രധാനം എന്ന് പറഞ്ഞ് ആരംഭിച്ച ആ പ്രസ്ഥാനം ഒരു ഘട്ടമെത്തിയപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ഈ 2 കണത്തെ യോജിപ്പിക്കുന്നത്? ഒരാൾ വേണ്ടേ? സ്വയം ചോദിക്കുകയാണ്. കാരണം കുലാലനാണ് അവരുടെ മുമ്പിലുള്ളത്. കുലാലൻ 2 കപാലങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് കുടമുണ്ടാകുന്നത്. ഇന്ന് കാണുന്ന ചക്രം ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പൊ 2 കപാലങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു കുടമുണ്ടാക്കുമ്പോൾ ആ കൂട്ടിച്ചേർക്കാൻ ഒരാൾ വേണം. 2 കണങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഒരാൾ വേണം. ആ ആൾ ആരാണ്? ആദ്യമേ ഉത്തരം പറഞ്ഞതാണ് അവര്. എന്ത്? സർവം സ്വാഭാവികം മതമെന്ന്. പക്ഷെ അതിൽ തൃപ്തി വരാതെ വർഗപരമായ കാഴ്ചപ്പാട് രൂഢമൂലമായതോടുകൂടി അതിനൊരു സൃഷ്ടികർത്താവിനെ അവർ പ്രതീക്ഷിക്കുകയും പറഞ്ഞ് അവസാനം ഉദയനൻ, നിങ്ങൾക്കറിയാം ഉദയനാചാര്യൻ കുസുമാഞ്ജലി എന്ന ഗ്രന്ഥമെഴുതി. എന്തിന്? ഈശ്വരൻ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. അത്രയും മാറ്റങ്ങൾ വന്നു എന്നർത്ഥം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുക, അതിന്റെ ആരംഭദശയിൽ എല്ലാ ദർശനങ്ങളും നിരീശ്വരവാദപരമായിരുന്നു. അല്ലെങ്കിലും മനുഷ്യഭാഗധേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രകൃതി അതീതമായ ശക്തിയുടെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടാത്ത ദാർശനികന്മാരായിരുന്നു ഭാരതീയ ദാർശനികന്മാരെന്ന അർത്ഥം.
എത്ര പറഞ്ഞ് 9 6 പറഞ്ഞല്ലോ, അല്ല 7 പറഞ്ഞുള്ളൂ. 2 ദർശനമുണ്ട്. ഒന്ന് വേദാന്തം അല്ലെങ്കിൽ യോഗം. വേദാന്ത ദർശനത്തിന്റെ അവസ്ഥ എന്താ? വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തികൾ ഇവിടെ ഉണ്ടായല്ലോ. വേദാന്തം അങ്ങനെ ഒരു ദർശനം ഇല്ല കേട്ടോ, സത്യത്തില് ഉണ്ടോ? ഇല്ല. വേദാന്തം എന്ന ദർശനം ഇല്ല. പിന്നെ ഉള്ളത് അദ്വൈത വേദാന്തമുണ്ട്, ദ്വൈത വേദാന്തമുണ്ട്, വിശിഷ്ടാദ്വൈത വേദാന്തമുണ്ട്. അല്ലാതെ വേദാന്തം എന്ന് പറയുന്ന അങ്ങനെ അതൊരു സങ്കല്പമാണ്. ദ്വൈത ദർശനത്തില്, അദ്വൈത ദർശനത്തില്, വിശിഷ്ടാദ്വൈത, അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പഠിക്കുക. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ദർശനമായിട്ട് അദ്വൈതത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്വൈത ദർശനത്തിന്റെ ഈശ്വരന്റെ അവസ്ഥ എന്താണ്? ഈശ്വരനുണ്ട് അല്ലേ? ഉണ്ട്. എവിടെ വരെ? പാലം കടക്കുവോളം. പാലം കടക്കുവോളം അല്ലേ? പ്രായോഗികമായ അല്ലെങ്കിൽ വ്യാവഹാരികമായ തലത്തിൽ ഈശ്വരനെ നിങ്ങൾക്ക് ആരാധിക്കാം, പൂജിക്കാം. ഈശ്വരനുണ്ട്. പാരമാർത്ഥിക തലത്തിലെത്തുമ്പോഴോ ഈശ്വരൻ പോലും മായയായിട്ട്, അവിദ്യയായിട്ട് മാറുന്ന ഒരവസ്ഥാവിശേഷം. എന്നുവെച്ചാൽ അർത്ഥം അദ്വൈത വേദാന്തത്തിലടക്കം ഈശ്വരൻ പാരമാർത്ഥിക തലത്തിലാണെങ്കിലും ഇല്ല. യോഗ ദർശനത്തിൽ ഈശ്വരനുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ ഈശ്വരനല്ല ആ ഈശ്വരൻ. ഇന്നത്തെ ഈശ്വരനല്ല യോഗ ദർശനത്തിലെ ഈശ്വരൻ. ഇന്നത്തെ ഈശ്വരൻ വേറെ പ്രത്യേക സൈസാണ്. പക്ഷെ ആ ഈശ്വരനെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും യോഗ ദർശനത്തിൽ കാണാൻ കഴിയില്ല. അപ്പൊ എന്ന് വെച്ചാൽ അർത്ഥം മിക്കവാറും എല്ലാ ദർശനങ്ങളും നിരീശ്വരവാദപരമാണ് എന്ന അതിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സത്യം അതാണ് എങ്കിലും. ഓക്കെ, ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഈശ്വരൻ നിഷേധിച്ചുകൊണ്ടാണ് ദാർശനിക ശാഖകൾ മുന്നോട്ട് വരുന്നത് മുഖ്യമായിട്ടും. അപ്പൊ ലോകായത ദർശനത്തെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർ ഈശ്വര അസിദ്ധേ, ഈശ്വരൻ ഇല്ല, ഉറപ്പാണ് അവർക്ക്. അതിൽ ചർച്ച പോലുമില്ല. ഈശ്വരനില്ല. അതുകൊണ്ട് ഈശ്വര അധിഷ്ഠിതമായ മതങ്ങളില്ല, ജാതികളില്ല, ഉപജാതികളില്ല. ഈശ്വരനെ പൂജിക്കുക എന്നുള്ള ഏർപ്പാടുമില്ല. അതിനൊക്കെ വേണ്ടി നിർമ്മിക്കുന്ന എല്ലാം അസാധുവാണ്. എങ്ങനെയൊക്കെയാണ് ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആ കാലഘട്ടങ്ങളിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് വേദങ്ങളാണ്. വേദങ്ങൾ അവർ പറഞ്ഞു വേദങ്ങൾ ആധികാരികമല്ല. വേദങ്ങൾ ആധികാരികമല്ല. എന്താ വേദങ്ങൾ ആധികാരികമല്ലെന്ന് പറയാൻ കാരണം? തോന്നിയ പോലെയാണ് പറയുന്നത് ഓരോ വേദങ്ങളും. ഒരു വേദം പോലും ശരിയായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയില്ല. ഒരിടത്ത് പറഞ്ഞത് നിഷേധിച്ചുകൊണ്ട് വേറൊരിടത്ത് പറയും, അവിടെ പറഞ്ഞത് നിഷേധിച്ചുകൊണ്ട് വേറൊരിടത്ത് പറയും. അത് മാത്രമല്ല, ആരും കേൾക്കാത്ത ഒരുപാട് ചില വാക്യങ്ങൾ, ജർഭരി തുർഭരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സാധനം എഴുതിയ ആൾക്കാർക്ക് പോലും അറിയാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് ഇങ്ങനെ ജഹഭവ ഉണ്ടാക്കുകയാണ്. ആസ്തികന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും പറയുന്നത് വേദങ്ങളിൽ അർത്ഥവാദം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ വെറുതെ പറയുന്ന കാര്യങ്ങൾ എന്നർത്ഥം. വെറുതെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രമാണമായിട്ട് എടുക്കാവോ? പാടില്ല എന്നുള്ളത്. അത് മാത്രമല്ല, എന്തൊക്കെയാ വേദങ്ങളിൽ പറയുന്നത്? പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പറയണ്ടാവും. മനുഷ്യവിരുദ്ധമായ, അശ്ലീലമായ, എന്താ പറയാ, വാക്ക് കിട്ടുന്നില്ല. എത്ര വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് പറയുന്നത് പോലെ എന്താ പറയേണ്ടത്? അത്രമാത്രം മലീമസമായിട്ടുള്ള കൂട്ടായ്മകളുടെ കേദാരഭൂമിയായിട്ട് വേദങ്ങളിലെ ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ പേർത്തും പറയാം. അശ്വമേധയാഗം നമുക്കറിയാലോ. അശ്വമേധയാഗം എന്തോ സാധനം? അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അശ്വമേധയാഗത്തിലും അങ്ങനെ അശ്വത്തെ ഹോമിച്ച് അവസാനം രാജ്ഞി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? രാജ്ഞി ചെയ്യേണ്ടത് ആ കുതിരയുമായി സഹശയനം നടത്തണമെന്നാണ്. ഞാൻ അതിന്റെ വിശദാംശത്തിൽ കടക്കുന്നില്ല, അത്രയും അശ്ലീലമായതുകൊണ്ട് പറയാൻ കൊള്ളൂല എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അമ്മാതിരി വാക്യങ്ങളാണ് പറയുന്നത്. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇമ്മാതിരി അസഭ്യം വേദം എന്ന് പറഞ്ഞ് എഴുതി വെക്കുമോ എന്ന് ചോദിക്കുന്നത് ചാർവാകന്മാരാണ്. അത്രമാത്രം അശ്ലീലമാണെന്നുള്ളതാണ്. വേറൊരു ഇതുണ്ടല്ലോ, എന്താണ്? സ്വർഗകാമോ യജേത അല്ലേ? സ്വർഗകാമോ യജേത, പുത്രകാമോ യജേത. പുത്രകാമോ യജേത എന്നുള്ളത് വളരെ രസകരമാണ് കേട്ടോ. സമയമില്ല.
എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ യൗവനകാലത്ത് എറണാകുളത്ത് വെച്ചൊരു പുത്രകാമേഷ്ടി യാഗം നടക്കുകയുണ്ടായി. എറണാകുളത്ത് വെച്ചിട്ട് പുത്രകാമേഷ്ടി ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സാക്ഷരരെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ സാക്ഷര ദമ്പതിമാരിങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി. കുഴപ്പമൊന്നുമില്ല, ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ട് ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ട്, ഒരു കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ദമ്പതിമാരിലെ പരിശോധിച്ച് നോക്കിയപ്പോ കാണുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ട ദമ്പതിമാർ. പ്രസവിക്കാൻ മിനിമം ഗർഭപാത്രമെങ്കിലും വേണമെന്നുള്ള ബാലപാഠം പോലും മറന്ന അന്ധവിശ്വാസികളായിട്ടുള്ള ഒരു തലമുറ നമുക്ക് ഇടയിൽ ജീവിക്കുന്നു. ഞാൻ സൂചിപ്പിക്കാതാണ്. പുത്രകാമേഷ്ടി യാഗം ചെയ്ത രണ്ടുണ്ടാവും ഫലമെന്നാണ് പറയുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ടല്ലോ, ഒന്നുകിൽ പുത്രൻ ഉണ്ടാകും അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാകില്ല. ഇത് അവര് പറയണോ? യാഗം ചെയ്യിക്കുന്നവർ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നാലെ പുത്രൻ ഉണ്ടാകും അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാകില്ല. പുത്രൻ ഉണ്ടായ അവർ പറയും, ഞാപ്പളെ പറഞ്ഞില്ലേ പുത്രൻ. ഇതാണ് യാഗത്തിന്റെ ഫലമെന്ന് പറയുന്നതാണ്. പുത്രൻ ഉണ്ടായില്ലെങ്കിലോ എവിടെയോ തെറ്റുപറ്റിണ്ട് കേട്ടോ. ഏതോ മന്ത്രം ചൊല്ലിയപ്പോ തെറ്റിപ്പറ്റി. ഇന്ദ്രശത്രു യചേതാ അല്ലേ, ഇത് കേട്ടിട്ടുള്ളതാണ്, വളരെ പ്രസിദ്ധമായ വാക്യമാണ്. എന്ന് പറഞ്ഞാല് ഏതോ ഒന്ന് കൂടി പോയപ്പോ എന്തുണ്ടായി? ഇന്ദ്രൻ ശത്രുവായിട്ടുള്ള പുത്രൻ ജനിച്ചു. ആഗ്രഹിച്ചത് എന്താണ്? ഇന്ദ്രനെ കൊല്ലുന്ന പുത്രനെ ആഗ്രഹിച്ചത്. ഇന്ദ്രനെ കൊല്ലുന്ന പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒരുത്തൻ യാഗം ചെയ്യുകയും ആ ഇന്ദ്രശത്രു യചേത എന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു അക്ഷരം നീണ്ടുപോയതിന്റെ വെളിച്ചത്തില് സാക്ഷാൽ അവർക്ക് അത് ബോധ്യപ്പെടുകയും തിരിച്ചു മനസ്സിലാക്കുകയും അനുഗ്രഹിച്ചു. ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന ഒരു പുത്രൻ ജനിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഏതോ മന്ത്രം പഴച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം ഇത് മന്ത്രമൊന്നും അല്ല എന്നുള്ളത്. ഇത് മന്ത്രം തന്ത്രമൊന്നുമല്ല, മനുഷ്യ ശരീരത്തിന്റെ ജൈവ പ്രകൃതമാണ് അത്. പ്രായപൂർത്തിയായ സ്ത്രീ, പ്രായപൂർത്തിയായ പുരുഷൻ, അവര് യഥാർത്ഥ ശരിയായ രീതിയിൽ ഇണ ചേർന്ന് കഴിഞ്ഞാൽ പുത്രൻ ഉണ്ടാകും. അത് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആരും പറഞ്ഞു ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇമാതിരി മറ്റൊരു എന്താണ് സ്വർഗകാമോ യചേത. അതിനുവേണ്ടി എന്താണ് ഒരു മൃഗത്തെ കെട്ടാറുണ്ടല്ലോ, യൂപക്കുറ്റിയിൽ കെട്ടുന്ന ഒരു മൃഗമുണ്ട്, പശു, ഒരു മൃഗം. ചാർവാകന്മാർ ചോദിച്ചു, അല്ലേ നിങ്ങൾ ഈ പാവമൃഗത്തിന് എന്തിനു കൊല്ലുന്നു? നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോ, ഈ പാവത്തിന് എന്തിനാ കൊല്ലുന്നത്? അത് പാടില്ല. ഇത് ഈ യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗം എങ്ങനെയാ യാഗത്തിൽ കൊല്ലുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നവദ്വാരങ്ങൾ മടച്ച് പിടിച്ച് ബലമായിട്ട് അതിനെ ശ്വാസം മുട്ടിച്ച് എന്താ പറയാ, അതിഭീകരമായ പൈശാചികമായ ഒരു വധപ്രക്രിയയാണ് ഈ യാഗത്തിലെ മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത്. അതിന്റെ പൈശാചിക രൂക്ഷമായപ്പോഴാണ് ആളുകൾ ഇമാതിരി ഏർപ്പാട് ഈ നാട്ടിൽ പാടില്ല എന്ന് കാരണത്തിൽ അങ്ങോളം പറഞ്ഞത്. അത് വേറെ വിഷയം, ഞാൻ കടക്കുന്നില്ല. ചാർവാകന്മാർ ചോദിക്കുന്നത് ഇത് പാപമല്ലേ? നിങ്ങൾ ബ്രാഹ്മണ, നിങ്ങൾ വലിയ മനുഷ്യ സ്നേഹികളല്ലേ? ജീവകാരുണ്യം, അദ്വൈതം എല്ലാം ഒന്നാണ്, എന്നിലും നിന്നിലും പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ് എന്ന് പ്രഘോഷിക്കുന്ന നിങ്ങൾ ഈ പാവമൃഗത്തെ കൊല്ലുന്നത് ശരിയാണോ? കൊല്ലണമല്ലോ. കാരണം എന്താ? എന്റെ അച്ഛനമ്മമാർക്ക് മോക്ഷം കിട്ടണം, കാരണം അവരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് യാഗം ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കൊല്ലണോ? ഇതിനെ കൊന്നു കഴിഞ്ഞാൽ ഇതിനും മോക്ഷം കിട്ടും. അവിടെയാണ് ഇതിനും മോക്ഷം കിട്ടുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യം. അങ്ങനെയാണോ? അല്ല. അപ്പൊ ചോദ്യം, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, നിങ്ങൾക്ക് ഈ മൃഗത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മേനും ഇവിടെ പിടിച്ച് കെട്ടിവിടാൻ ചോദ്യം. പശുശ്ചേ നിഹത സ്വർഗം ജ്യോതിഷ്ടോമേ ഗമിഷ്യതി സ്വപിത യജമാനേന തത്ര കസ്മാന്ന ഹിംസ്യതേ. അവരുടെ ഉറക്കെയുള്ള ചോദ്യമാണ്. പശുശ്ചേ നിഹത സ്വർഗം ജ്യോതിഷ്ടോമേ ഗമിഷ്യതി സ്വപിത യജമാനേന തത്ര കസ്മാന്ന ഹിംസ്യതേ. ഈ പശു, കൊല്ലപ്പെടുന്ന പശു, പാവം പശു, അത് സ്വർഗത്തിലേക്ക് വിസ കെട്ടി ഉടനെ അങ്ങോട്ട് കെട്ടുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛനമ്മമാരെ ഇവിടെ പിടിച്ചു കെട്ടുകയല്ലേ വേണ്ടത്. എന്താ കാരണം? ഉറപ്പല്ലേ ഇവിടെ കൊന്നാൽ അവിടെ പോകുന്നുള്ളത്. പുന്നാമന നരകാത് ത്രായതേതി പുത്ര, അങ്ങനെയാണ് പുരാണങ്ങൾ പറയുന്നത്. പുന്നാമന നരകാത് ത്രായതേതി പുത്ര. അങ്ങനെ നരകമുണ്ടത്രേ, പും എന്ന പേരുള്ളത്. അവിടെ വീഴാതെ ഈ പിതൃക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പുത്രനുള്ളത്. അപ്പൊ നീ ഒരു യഥാർത്ഥ പുത്രനാണെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ പിതൃക്കൾക്ക്, നിന്റെ അച്ഛനമ്മമാർക്ക് മോക്ഷം കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഞാൻ സമ്മതിക്കുന്നു, ഓക്കെ.
ഞാൻ ചാർവാകൻ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ അഭ്യർത്ഥന, നീ ഈ പശുവിനെ മോചിപ്പിച്ച് നിന്റെ അച്ഛനെയും അമ്മയും ഇവിടെ പിടിച്ചു കെട്ടുക. കാരണം ഉറപ്പാണ് വിസ, അധികം കാശ് ചെലവില്ല. അത് ചെയ്തുകൂടെ എന്നാണ് പറയുന്നത്. അത് ശക്തമായ ചോദ്യമാണ്. ഉത്തരം പറയും ഇന്നും കഴിയാത്തൊരു ചോദ്യമാണ്. ഇന്ന് ജനങ്ങളുടെ സംഘടിതമായ മുന്നേറ്റം കൊണ്ട് ഈ പശുവിനെ ഹിംസിക്കുന്ന ഏർപ്പാട് നിർത്തി. പിന്നെ അരിമാവ് കുഴച്ചിട്ട് പ്രതീകാത്മകമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്, അല്ലേ? നമുക്കറിയാം, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ യജ്ഞങ്ങൾക്കെതിരായിട്ട് വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ത്രയോ വേദസ്യ കർത്താരോ ഭണ്ഡ ധൂർത്ത നിശാചരാ അഗ്നിഹോത്രം ത്രയോ വേദ ത്രിദണ്ഡം ഭസ്മകുണ്ഡനം ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി ബൃഹസ്പതി. ഉറക്കെയുള്ള അവരുടെ ചോദ്യങ്ങളാണ്. അഗ്നിഹോത്രം, ത്രയോ ദണ്ഡ, ഭസ്മകുണ്ഡനം, ഈ ഭസ്മം പൂശലും ഈ വേദ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ബുദ്ധി പൗരുഷഹീനന്മാരായിട്ടുള്ള ആളുകളുടെ, ബുദ്ധിയില്ലാത്ത പൗരുഷമില്ലാത്ത ആളുകളുടെ ജീവനോപായം മാത്രമാണ് ഇത്. ഇതിലൊന്നും ആളുകൾ കുടുങ്ങരുത് എന്നാണ് അവർ പറയുന്നത്. ഈ വേദങ്ങളുടെ കർത്താവ് എന്ന് പറയുന്നത് ഭണ്ഡ ധൂർത്ത നിശാചരഹ, രാക്ഷസന്മാരാണ്, നിശാചരന്മാരാണ്, ധൂർത്തന്മാരാണ്. അവരുടെ ചിന്തയിലല്ലാതെ ഈ രാജ്ഞി ഇമാതിരി ഏർപ്പാട് കാണിക്കണമെന്ന് പറയില്ല. ഇതൊക്കെ ധൂർത്ത ചിന്തയാണ്, മനുഷ്യൻ ചിന്തിക്കുന്നതെല്ലാം. ചത്ത കുതിരയുടെ ഛേദിച്ച് അത് ഞാൻ മുമ്പ് അത് വേണ്ടെന്ന് പറഞ്ഞതാണ്, അല്ലേ? അമ്മാതിരിയുള്ള ധൂർത്ത ചിന്ത, വൃത്തികെട്ട ചിന്ത, ദുർഗന്ധ മലീമസമായ ചിന്ത, അശ്ലീലമയമായ ചിന്ത, ആ ചിന്തകള് ധൂർത്തന്മാരുടെ മനസ്സിലല്ലാതെ മനുഷ്യ മനസ്സിൽ രൂപപ്പെടുകയില്ല എന്നാണ് അവർ പറയുന്നത്. അതിശക്തമായ ആക്രമണം, ഇങ്ങനെ അതിശക്തമായ ആക്രമണങ്ങളിലൂടെ വേദ ഗ്രന്ഥങ്ങളെയൊക്കെ നിരാകരിക്കുകയും അതിനടിസ്ഥാനമായിട്ടുള്ള യജ്ഞങ്ങളെ നിരാകരിക്കുകയും ഈശ്വരന്മാരെ നിരാകരിക്കുകയും, അതുമാത്രമല്ല ഇതിനൊക്കെ പിന്തുണ നൽകുന്ന സ്മൃതി പുരാണ ഗ്രന്ഥങ്ങൾ മുഴുവനും, അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഈ ബുദ്ധി പൗരുഷഹീനന്മാരായിട്ടുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി ചെയ്ത ചില ഏർപ്പാടുകളാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അവര് അതിശക്തമായ വിപ്ലവകരമായ ചില ആശയ പ്രചാരണമാണ് ആ കാലത്ത് നടത്തിയത്. അവര് പറഞ്ഞു, എന്താ ജീവിത ലക്ഷ്യമാക്കേണ്ടത്? ഒറ്റ ഉത്തരമാണ് അവർ പറഞ്ഞത്. എല്ലാ മനുഷ്യരും ലക്ഷ്യമാക്കുന്നത്, എല്ലാ ജീവജാലങ്ങളും ലക്ഷ്യമാക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അത് ആനന്ദമാണ്, സുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ സുഖം നിഷേധിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. ജനിച്ച എല്ലാവർക്കും സുഖം ലഭിക്കാൻ, ആനന്ദിക്കാൻ, അത് ആസ്വദിക്കാൻ അതിനുള്ള അവകാശമുണ്ട്. അതിന് വഴി ഒരുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. സ്വർഗമെന്ന് പറയുന്നത് ഇഹലോക സുഖമാണ്, നരകമെന്ന് പറയുന്നത് ഇഹലോക ദുരിതമാണ്. ഇതിനപ്പുറമായിട്ട് വേറെ ഒരു സ്വർഗവും വേറെ ഒരു നരകവും ഇല്ല തന്നെ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളും ഒരുപോലെ പറയുന്നത്, അല്ലേ? എന്താണ്? പുനരപി ജനനം പുനരപി അല്ലേ? നമുക്ക് അറിയാവുന്നതാണ്. ഇത് ദുരിതമയമായ ജീവിതം. ഈ ദുരിതമയമായ ജീവിത സാഗരത്തിൽ നിന്ന് എന്നെ അങ്ങോട്ട് എടുക്കണമേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദർശനങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ഈ അവസാനിപ്പിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് മോക്ഷം ലഭിക്കേണ്ടത്, അതിനുള്ള മാർഗം തരൂ എന്നാണ് എല്ലാ ദാർശനികന്മാരും എല്ലാ ദർശനങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ചാർവാകനോ പറഞ്ഞു, അയ്യോ പാവം, ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സുഖം മാത്രമായി ഈ ലോകത്ത് ഒരിടത്തും ഒന്നുമില്ല, ദുഃഖം മാത്രമായി ഒരിടത്തും ഒന്നുമില്ല. സുഖ ദുഃഖ സമ്മിശ്രമാണ് ലോകം. ജീവിതം എന്നവർ സുഖ ദുഃഖ സമ്മിശ്രമാണ് എന്നതുകൊണ്ട് നിങ്ങൾ സുഖത്തെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. മുള്ളു ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും പൂവിനെ മാറ്റിവെക്കുമോ? പൂവിനെ കണ്ട് ആസ്വദിക്കുക, മുള്ള അവിടെ നിന്നോട്ടെ. ഉമിയുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ധാന്യം ഉപേക്ഷിക്കുമോ? പാടില്ല. ഉമി കളഞ്ഞ് ധാന്യം സ്വീകരിക്കുക, മുള്ളു കളഞ്ഞ് പൂവിനെ സ്വീകരിക്കുക, ദുഃഖത്തെ കളഞ്ഞ് സുഖത്തെ വരിക്കുക. അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. അതിന് ഉതകുന്ന എന്ത് പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്യണം. അത് ചെയ്ത് ഉദ്ദാമമായ ആനന്ദം,
ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളതായിരിക്കണം ജീവിത ലക്ഷ്യം എന്ന് ചാർവാകന്മാർ നമ്മോട് പറയും. അതാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ മോക്ഷമെന്നോ മറ്റു തരത്തിലുള്ള ചിന്തകളൊക്കെ ഈ മുമ്പ് പറഞ്ഞ ആളുകളുടെ ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളിലൊന്നും നിങ്ങൾ വ്യാപരിക്കേണ്ട ആവശ്യമില്ല. ഇഹലോക ജീവിതം എങ്ങനെയാണോ സുഖകരമാക്കുന്നത് അതിനുതകുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം. അവിടെയാണ് വളരെ പ്രസിദ്ധമായ ഒരു 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 സൂക്തം വരുന്നത്. ചാർവാകന്മാരെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. അല്ലേ, വളരെ പ്രസിദ്ധമായതാണ്. ഇതാണ് ചാർവാക ദർശനം എന്നാണ് നമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതല്ല ചാർവാക ദർശനം എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, പുതിയ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. യാവത് ജീവേ സുഖം ജീവേത്, എത്ര കാലം ജീവിക്കുമോ അത്ര കാലം ജീവിക്കുക. ഋണം കൃത്വ ഘൃതം പിബേത്, കടമേടിച്ചിട്ടാണെങ്കിലും അത് ADB എന്നായാലും വേണ്ടില്ല, ലോകബാങ്ക് എന്നായാലും വേണ്ടില്ല, ഐക്യരാഷ്ട്രസഭ എവിടെ നിന്നായാലും ലോൺ എടുത്ത്, നമ്മുടെ മന്ത്രിമാർ അങ്ങനെയാണ്, ഇന്ത്യ ഭരിക്കുന്നത് മൊത്തം അങ്ങനെയാണല്ലോ. നമ്മൾക്ക് എത്ര പേരുടെ കടക്കാർ, എത്ര കോടി കടക്കാരാണെന്ന് അറിയോടെ? ഓരോ ജനിക്കാൻ പോകുന്ന കുട്ടികളടക്കം കടക്കാരായി മാറ്റിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയെ പണയം വെച്ചിങ്ങനെ. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ? അതൊക്കെ പോയി. പണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോ കടം തിരിച്ചടയ്ക്കാൻ പോലുമല്ല, കടത്തിന്റെ പലിശ കൊടുക്കാൻ പോലും ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക്. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധര് കടക്കണി എന്ന് പറയുന്നത്. നമ്മളിപ്പോ അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം, അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഋണം കൃത്വ, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഘൃതം പിബേത്, നെയ്യ് കഴിച്ചോളൂ എന്നാണ്. എന്താ കാരണം? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. ഈ ദേഹം ഭസ്മമായി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭരണം ആരാ വരുന്ന ആർക്കറിയാം? അവരേറ്റെടുത്തോളുമല്ലോ. നമുക്ക് മന്ത്രിമാരുടെ ഇത് സാക്ഷാ ചാർവാകൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണ മന്ത്രിമാരാണ്. അത് മറ്റൊരു വിഷയം, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ആണ് ജീവിക്കേണ്ടത് എന്ന് അവര് പറയുന്നതായി പറയുന്നു. ഇങ്ങനെയല്ല പറയുന്നതെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി, 1-2 കാര്യം കൂടി പറയാം. അത് പ്രധാനമായിട്ടും അവരുടെ ജ്ഞാന സിദ്ധാന്തത്തെക്കുറിച്ചാണ്. അവര് പ്രത്യക്ഷ മാത്രം പ്രമാണം അംഗീകരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞതാണ്. പ്രത്യക്ഷ മാത്രമാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു, പ്രത്യക്ഷത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ കഴിയുമല്ല. നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഒരാൾക്കും കഴിയുമല്ല. പ്രത്യക്ഷത്തെ മാത്രം, ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ. പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. അതാണ്, കണ്ണുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം, അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ആ പ്രത്യക്ഷം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇഹലോക ജീവിതം സാധ്യമോ? അല്ല. അത് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അല്ല എന്ന് ഉറപ്പാണ്. കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പറയാം അവന് വേറെന്തോ അസുഖമാണ് എന്നാണ് നിങ്ങൾ പറയാം. അങ്ങനെയുള്ള പ്രാകൃതമായ ബാലിശമായ ചിന്തകളെ മുറുകെ പിടിച്ചവരായിരുന്നു ലോകായുധന്മാർ എന്ന തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ ഒരു 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 ലക്ഷ്യവും അതിന്റെ പുറകിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റൊരു വിഷയം, അങ്ങോട്ടും കടക്കുന്നില്ല. അവരുടെ വാക്യങ്ങള്, ചില വാക്യങ്ങള്, ആ വാക്യങ്ങള് പൂർവപക്ഷ രൂപേണ അവതരിപ്പിക്കേണ്ട വാക്യങ്ങളാണ്, ശത്രുക്കൾ പറഞ്ഞ വാക്യങ്ങളാണ്. അവർ പറയാറുണ്ട്, എന്താണ്, ഈ സ്വർഗമൊന്നുമില്ലപ്പാ, സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ വെറുതെ പറയാണ്. എന്താ കാരണം? സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധുസ്നേഹ കൊണ്ട് ആകുലരായിട്ട് അവർ തിരിച്ചു വരാതിരിക്കുവോ? അങ്ങനെയാണ്. സ്വർഗമില്ല എന്ന് സ്ഥാപിക്കലാണ് ലക്ഷ്യം. പക്ഷെ പറഞ്ഞത് ബന്ധുസ്നേഹം കൊണ്ട് അവർ തിരിച്ചു വരാതിരിക്കുമോ എന്നുള്ളതാണ്. ശ്രാദ്ധം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു കാര്യമില്ല. മരിച്ചുപോയ ആത്മാവിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ്, അതല്ലേ ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്, വെറുതെ പറയാണ്. എന്താ? അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്ത് മോളിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലേ നമ്മൾ അങ്ങനെയാണ് സ്വാഹ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. മരിച്ച ആൾക്കായി സ്വാഹം. ഈ സ്വാഹ കഴിച്ചു കഴിഞ്ഞാൽ മാളികയുടെ മുകളിൽ 3-ാം നിലയുടെ മുകളിൽ 10-ാം നിലയുടെ മുകളിൽ ഇരിക്കുന്ന ഇപ്പൊ നിതീഷ് കണ്ണൻ മുകളിൽ ഇരിക്കുകയാണ്. അവന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ശ്രാദ്ധം കൂട്ടുകയാണ്. നിതീഷ് കണ്ണായ സ്വാഹ എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ അവന്റെ വിശപ്പ് മാറുമോ?
യാത്ര ചെയ്യുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ ചോറ് തന്നയക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ വീട്ടിലിരുന്നിട്ട് ഇത് കല്യാണി കുട്ടിക്കായിക്കൊണ്ട് സ്വാഹ പറഞ്ഞ അവിടെ നിന്ന് കഴിച്ചാൽ പോരെ? ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തോന്നും രസകരമാണല്ലോ എന്ന്, പക്ഷെ വളരെ സൂക്ഷ്മമായ ചില ചിന്തകളുണ്ട്. എന്താണ് ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത്? അനുമാനാധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ഈ വാദങ്ങൾ അനുമാനത്തെ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ടാണ് ഉന്നയിക്കപ്പെടുന്നത്. അനുമാനത്തെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് അനുമാനത്തെ നിഷേധിച്ചവരാണ് ചാർവാകന്മാരെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇക്കാര്യത്തില് ഈ പൂർവപക്ഷത്തെ ആശ്രയിക്കാതെ തന്നെ ചില വരികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ ചരിത്രം എഴുതിയ എസ് എൻ ദാസ്ഗുപ്ത അല്ലേ? അതെ, എസ് എൻ ദാസ്ഗുപ്ത അദ്ദേഹത്തിന്റെ ചരിത്രകൃതിയുടെ 3-ാമത്തെ ഭാഗത്തിൽ ഒരു 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 ശാന്തരക്ഷിതൻ എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥത്തിന് കമലശീലൻ എഴുതിയ വ്യാഖ്യാനത്തിൽ പുരന്ദരൻ എന്ന് പറയുന്ന ഒരു ചാർവാക ദാർശനിക പ്രവർത്തകന്റെ വാക്യമായി ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്: ലോകപ്രസിദ്ധം അനുമാനം ചാർവാകൈഹി അഭിയിഷ്യതയേവാ യത്തു കൈശ്ചിത് ലൗകിക മാർഗം അതിക്രമ്യ അനുമാനം ഉച്യതേ തദ് നിഷിദ്ധ്യതേ. ഒറ്റ വാക്യമേ ഉള്ളൂ, പക്ഷെ അനുമാനത്തെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ കാമ്പ് അതിൽ കിടക്കുകയാണ്. ലോകപ്രസിദ്ധം അനുമാനം ചാർവാകൈഹി അഭിയിഷ്യതയേവ, ലോകപ്രസിദ്ധമായ അനുമാനം ചാർവാകന്മാർക്കും സമ്മതമാണ്. എന്നാൽ യത്തു കൈശ്ചിത് ലൗകിക മാർഗം അതിക്രമ്യ, ലൗകികമായ മാർഗത്തെ അതിക്രമിച്ച് പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളെ അതിക്രമിച്ച് അനുമാനമുച്യതേ, അനുമാനത്തെ പറയുകയാണെങ്കിൽ തത് നിഷിദ്ധ്യതേ, അതിനെയാണ് നിഷേധിക്കുന്നത്. ലൗകികമായ ജീവിത സാഹചര്യങ്ങളെ വിട്ട് അതിഭൗതികമായ അതിലൗകികമായ പാരലൗകികമായ ഈശ്വര സംബന്ധിയായ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും രൂപപ്പെടുത്തുന്ന അത്തരം ചിന്തകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുമാനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പുരോഹിതന്മാർ മൊത്തം ഉപയോഗിച്ചത് അതിനു വേണ്ടായിരുന്നു. അനുമാന ദർശനത്തെ ഉപയോഗിച്ചത് മുഴുവൻ ഈ രീതി കർമ്മസിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങള്, മുജ്ജമ്മത്ത് ചെയ്ത കാര്യങ്ങള്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഈശ്വര ചിന്തയും അതുപോലെയുള്ള കർമ്മഫല സിദ്ധാന്തവും ഒക്കെയും അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ടതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുക, സ്വർഗ നരകാദികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുക, ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറാനുള്ള അവന്റെ അവകാശത്തെ നിഷേധിക്കുക, നിരന്തരമായ ചൂഷണത്തിന് വിധേയമായി തങ്ങൾക്ക് ലഭിച്ച രാജാധികാരം അല്ലെങ്കിൽ സുഖഭോഗലാലസമായ ജീവിതചര്യ അത് അഭംഗുരം തുടരാൻ ഉതകുന്ന രീതിയിൽ സമൂഹത്തെ ചിട്ടപ്പെടുത്തുക, അതിനുവേണ്ടിയാണ് അനുമാനമടക്കമുള്ള ചിന്തകളെ പുരോഹിത മേധാവിത്വം അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണം, പ്രത്യക്ഷാശ്രിതമായിരിക്കണം അനുമാനം. അവരുടെ ചിന്ത അങ്ങനെയാണ് രൂപപ്പെടുന്നത്. പ്രത്യക്ഷാശ്രിതമായിരിക്കണം, പ്രത്യക്ഷം കൊണ്ട് സാധൂകരിക്കപ്പെടണം നിങ്ങളുടെ അനുമാനം, എങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. ഈശ്വരൻ പ്രത്യക്ഷമാണെങ്കിൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യമായ ജ്ഞാനം കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ധീരമായ പ്രഖ്യാപനം. അത്തരം പ്രഖ്യാപനങ്ങളെ സാധൂകരിക്കാൻ അവർക്കാവാത്തത് കൊണ്ട് അവർ അനുമാന നിഷേധികളായിരുന്നു എന്ന ചിന്ത അവർ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ചാർവാകന്മാരെ കുറിച്ച്, ഭൗതികവാദികളെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് തീറ്റ പണ്ടാറങ്ങളെന്നാണ്. പറഞ്ഞങ്ങനെയല്ലേ, യാവത് ജീവേ സുഖം ജീവ ദൃഢം കൃത്വ കൃതം പിബേ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതാ, ഇങ്ങനെ അങ്ങ് ചൊല്ലി നടക്കുന്ന ആളുകളാണ്. അവർ തിന്നുക എന്നല്ലാതെ വേറൊരു ചിന്തയും ഇല്ലാത്തവരാണ് ലോകായുധന്മാര്. 1959 വിമോചന സമരം എന്ന് പറഞ്ഞ ഒരു സമരം നടന്നിരുന്നു. നിങ്ങൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ്, വളരെ മുമ്പ്, 1959 അല്ലേ? അതെ, 50. എനിക്ക് 2 വയസ്സ്. അന്ന് കേട്ട വളരെ പ്രചണ്ഡമായ ഒരു ഇത്, റഷ്യയില്
കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന കുറേ ആളുണ്ട്. അവിടുത്തെ ആള് സ്റ്റാലിൻ, ഓൻ്റെ ബെഡ് കാഫി രക്തമാണത്ര ചോര. അതിശക്തമായിട്ടുള്ള ഒരു പ്രചാരണമാണ്. സ്റ്റാലിൻ രാവിലെ കടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആളുകളുടെ ചോര കുടിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ ചോദിക്കുക, അവർ പറയും. ഭൗതികവാദികളെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു യൂറോപ്പിനൊരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ വായിച്ചിരിക്കും ചിലരെങ്കിലും. ഇത് ഭൗതികവാദികളാണോ അവരെ തേജോവധം ചെയ്യാനായിട്ട് ഇല്ലേ? നമ്മുടെ പള്ളികളിലൊക്കെ വാറോല ഇറങ്ങാറുണ്ടല്ലോ ഇലക്ഷൻ സമയത്ത്. നിരീശ്വരവാദികൾക്ക് വോട്ട് ചെയ്യരുത് അല്ലേ? അത് കാരണ സഹിതം എങ്ങനെ അക്കമിട്ട് ഇന്ന കാരണങ്ങളെ കൊണ്ട് അതിൽ മാത്രം കുത്തരുത് എന്ന് പറയുന്ന വാറോലകൾ ഇന്നും ഇറങ്ങുന്ന ഒരു അവസ്ഥ വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അക്കാലത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോ എന്താ പറഞ്ഞത്? വിമോചനത്തിലേക്ക് കടന്നത് എന്താന്നാ ഞാൻ അത് തീറ്റപ്പണ്ടാറങ്ങളാണ് മനുഷ്യര്. അവരെല്ലാവരും അവനവനിസം എന്ന് പറയുന്ന ഒരു പുതിയ ഇസത്തിന്റെ ആളുകളാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ്. സ്വയം സുഖിക്കുക എന്നല്ലാതെ മറ്റുള്ളവന് സുഖം വരണം. ഭാരതീയർ എന്ന് പറഞ്ഞ ആരാണ്? ലോകാഹ സമസ്താഹ സുഖിനഃ ഭവന്തു എന്ന അതിമനോഹരമായ മുദ്രാവാക്യം വെച്ച ഭാരതീയരുടെ അതിൻ്റെ ഇടയിലുള്ള ശകുനം മുടക്കികളാണ് ഇവർ അവരവരുടെ കാര്യമല്ലാതെ സുഖിക്കണം, എന്തും ചെയ്ത് സുഖിച്ചോ എന്ന് പറയുന്ന ആളുകളാണ്. മറ്റുള്ളവരെ പരിഗണിക്കാത്തവരാണ്. പരപരിഗണന എന്നുള്ളത് തൊട്ടു തീണ്ടാത്തവരാണ്. അവർ മുഴുവനും മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് എന്ന അതിശക്തമായ പ്രചാരം ഇന്നും നിലനിൽക്കുന്ന അവസ്ഥയില് ചാർവാകന്മാരും അങ്ങനെയായിരുന്നു എന്ന ഒരു ആരോപണം വളരെ സജീവമായി രംഗത്തുണ്ട്. അതിലേക്കും കൂടി കടക്കുക ഞാൻ അവസാനിപ്പിക്കാം. അവിടെയും ഞാൻ വിശദാംശങ്ങൾ കടക്കുന്നില്ല. ഒരു കഥ മാത്രം പറയുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. വിജയശ്രീലാളിതനായ യുധിഷ്ഠിരൻ മരണാവശിഷ്ടരോടുകൂടി നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭീമൻ ചാട്ടവാറും അർജുനൻ വെൺകൊച്ച കുടയും മാദ്രീപുത്രർ തിങ്കൾ കാന്തി കലർന്ന ചാമരങ്ങളും കൈകളിൽ എന്തിയിരിക്കുന്നു. ഞാൻ ഉദ്ധരിക്കുകയാണ്. കമ്പിളി തോലണിഞ്ഞ 16 വെള്ളക്കുതിരകൾ പൂട്ടിയ പുതിയ ധവളാഭമായ തേരിൽ യുധിഷ്ഠിരൻ സമാഗതനായി. വെള്ളപ്പൂമാലകൾ, കൊടിതോരണങ്ങൾ, സുഗന്ധ തൈലം തെളിച്ച് സുരഭിലമായ അന്തരീക്ഷം, എങ്ങും തിക്കും തിരക്കും ആർപ്പുവിളിയും. ചന്ദ്രോദയത്തിൽ വേലിയേറ്റം കൊള്ളുന്ന സമുദ്രം പോലെ രാജമാർഗം ആർത്തിരമ്പി. മഹാരാജാവ് യുധിഷ്ഠിരൻ വിജയിക്കട്ടെ, പല്ലാണ്ട് വാഴുക. ഈ മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, അങ്ങ് ശത്രുവിനെ ജയിച്ച് ശത്രുവിനെ കീഴടക്കിക്കൊണ്ട് രാജാവായി വാണിരിക്കുന്നു. അങ്ങ് ദീർഘകാലം രാജ്യം ഭരിക്കുക. ഈ ജനങ്ങൾക്ക് സുഖസമൃദ്ധമായ ജീവിത സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാരെല്ലാവരും കൂടി ആർത്തട്ടഹസിച്ചിങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളും, ആ രാജവീതിയുടെ ഇരു ഭാഗത്തും തടിച്ചുകൂടിയ മുഴുവൻ ജനങ്ങളും മഹാരാജാവ് വിജയിക്കട്ടെ, മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ആ അന്തരീക്ഷമാകമാനം പ്രകമ്പനം കൊള്ളുന്ന ആ ഒരു ദിവ്യ മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം. ആ മുഹൂർത്തത്തിന്റെ ഇടയിലാണ് ഒരു ശബ്ദം പെട്ടെന്ന് കേൾക്കുകയാണ്. ഹേ ധർമ്മപുത്രരെ, ഞാൻ നിന്നെ ശപിക്കുന്നു. പെട്ടെന്ന് ഈ ജയ മുദ്രാവാക്യം വഴി നിന്നു. എല്ലാവരും നോക്കി എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. സദസ്സ് നിശബ്ദരായി. 10,000 പെട്ടെന്ന് നിശബ്ദരായി. രാജാവിന്റെ മുഖത്ത് നോക്കി പറയാണ്, അല്ലയോ മഹാരാജാവേ, ഞാൻ നിന്നെ ശപിക്കുന്നു. നീ ജ്ഞാതിജ്ഞനായ രാജാവാണ്. നീ ലോക നിന്ദ്യനായി ഭവിക്കുന്നതാണ്. ഹേ കൗന്ദേയ, നീ എന്തിനു വേണ്ടി ജ്ഞാതിവധം നടത്തി? എന്തിനു വേണ്ടി ഗുരുക്കന്മാരെ കൊല്ലിച്ചു? ഇനി എന്തിനു നീ ജീവിക്കുന്നു? നീ ചാവുകയാണ് ഉത്തമം. നീ ജീവിച്ചിട്ട് എന്ത് കാര്യം? നീ മരിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ.
എല്ലാ ബ്രാഹ്മണന്മാരും എല്ലാ ജനങ്ങളും രാജാവ് നീണാൾ വാഴട്ടെ, പല്ലാണ്ട് വാഴുക, പല്ലാണ്ട് വാഴുക എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഒരുത്തൻ കയറി ഒന്നെന്ന് പറയാണ്, നീ നശിച്ചു പോകട്ടെ എന്ന്. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആ സദസ്സിനറിയാതെയായി, ജനങ്ങൾക്കറിയാതെയായി, ബ്രാഹ്മണന്മാർക്കറിയാതെയായി, രാജപുത്രന്മാർക്കറിയാതെയായി, എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ പെട്ടെന്ന് സ്തംഭിച്ചു നിന്ന ആ അവസരത്തിൽ പെട്ടെന്ന് അവർ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുകയാണ്. അല്ലയോ മഹാരാജാവേ യുധിഷ്ഠിര, നീ അത് കേൾക്കേണ്ട ആവശ്യമില്ല. അവൻ രാക്ഷസനാണ്, അവൻ ചാർവാകനാണ്, അവൻ ദുര്യോധനന്റെ ചങ്ങാതിയാണ്. ഇത്രേ പറഞ്ഞോളൂ. പിന്നെ ഒരു ഹുങ്കാരത്തോടു കൂടി ആ ജനസമൂഹം, ബ്രാഹ്മണ മേധാവിത്വം ആ പാവപ്പെട്ട ചാർവാകന്റെ പുറത്തേക്ക് ചാടി വീഴുകയും അവൻ അവിടെ ജീവനോടെ പച്ചയായി കത്തിക്കുകയും ചെയ്തു എന്നാണ് മഹാഭാരതത്തിലെ കഥയാണ്. ചാർവാകൻ പറഞ്ഞ കഥയല്ല. അവൻ ചാർവാകനാണ്, അവൻ ദുര്യോധനന്റെ സുഹൃത്താണ്, അവൻ രാക്ഷസനാണ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവനെതിരെ ആഞ്ഞു വീശുകയും അവനെ ജീവനോടെ ചുട്ടരിക്കുകയും ചെയ്തു. എന്തിനാണ് ആ ചാർവാകൻ അവിടെ അതിനിഷ്ഠുരമായി പൈശാചികമായി കൊലയ്ക്ക് വിധേയനാക്കിയത്? ആ ചാർവാകൻ ഏതെങ്കിലും ഒരു ശത്രു രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്തുവെന്നോ, ആ ചാർവാകൻ ജനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുവെന്നോ, ആ ചാർവാകൻ കരിഞ്ചന്തയും കൊള്ളിവെപ്പും മോഷണവും പിടിച്ചുപറിയും നടത്തിയെന്നോ ഇതുവരെ ഒരാളും, ഒരു അന്വേഷണ കമ്മീഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ രാജാവിന്റെ മുമ്പിൽ വെച്ച്, പ്രജകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള രാജാവിന്റെ മുമ്പിൽ വെച്ച് ഒരു പാവപ്പെട്ട പ്രജ, നിരാലംബനായ നിരായുധീകരിക്കപ്പെട്ട ഒരു പ്രജ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുകയാണ് ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചാണ്. എന്തിന്? അയാൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. കാരണം അങ്ങ് അധികാരത്തിന് വേണ്ടി സ്വന്തം പിതൃക്കളെ, സ്വന്തം ബന്ധുമിത്രാദികളെ അതിപൈശാചികമായി കൊന്നൊടുക്കിയിരിക്കുന്നു. അധികാരത്തിന് വേണ്ടി ജനങ്ങളെ കൊല്ലുന്നത് പാപമാണ്. ഈ പാപമൊക്കെ നീ എവിടെ കഴുകിക്കളയും എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് സ്വജനം ഹി കഥം ഹത്വ സുഖിന ശ്യാമ മാധവ, പണ്ടുള്ള ചോദ്യം അല്ലേ ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് അർജുനൻ ചോദിച്ചതാണ്. സ്വജനം ഹി കഥം ഹത്വ സുഖിന ശ്യാമ മാധവ, എന്റെ ഈ ബന്ധുക്കളെ കൊന്ന് എനിക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുക എന്ന ചോദ്യം. അതേ ചോദ്യത്തിന്റെ ആവർത്തനമാണ് ഈ ചാർവാകൻ അവിടെ ഉന്നയിച്ചത്. നിനക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുക? നിന്റെ ജ്യേഷ്ഠനെ അടക്കമുള്ള, കർണനെ അടക്കമുള്ള ആളുകളെ അതിമൃഗീയമായി കൊന്നൊടുക്കിക്കൊണ്ട് നീ നേടിയ ഈ അധികാരം ശാശ്വതമല്ല, നീ നശിച്ചു പോകുകയുള്ളൂ എന്നുള്ള പ്രഖ്യാപനം. അങ്ങനെ ഒരു പ്രഖ്യാപനം ആ രാജസദസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ജീവനോടെ ആ മനുഷ്യനെ, ആ ചാർവാകനെ ജീവനോടെ ചുട്ടരിച്ചു. മറ്റുള്ളവരുടെ കാര്യം ഒന്നും നോക്കാതെ സ്വന്തം കാര്യം നോക്കുന്നവനായിരുന്നു ചാർവാകൻ എങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള ആർജവം, അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള ആർജവം അവനുണ്ടാകുകയില്ല എന്ന് മഹാഭാരതത്തിലെ ഈ കഥ നമ്മെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ചാർവാക ദാർശനികന്മാര് അവനവനശത്തിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നല്ലാതെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം.